ശുഭ് ക്ലാസ്സിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശുഭിന്റെ 5ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ് ആണ്. നമ്മളെ ഇത്രയും നേരം പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ നയിച്ച ഒൽവിൻ ചേട്ടന് ഏറ്റവും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ശുഭ് ബാച്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ എബ്രഹാം അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ യോജന പ്രകാരം തന്നെയാണ് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചാണ് നമ്മൾക്ക് യേശു ക്ലാസിന്റെ 5ാമത്തെ ബാച്ചിന്റെ ആരംഭം കുറിക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വചനം പറയുന്നത് പോലെ നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമാകുക എന്നാണ്. അപ്പോൾ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഈശോയുടെ ആ സ്വാദ് പകരുന്നവരായി, ഈശോയുടെ പ്രകാശം പകരുന്നവരായി നമ്മുടെ ഈ പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ ക്ലാസ്സിലൂടെ നമ്മൾക്ക് ആ ഒരു അനുഭവം, ദൈവസ്നേഹത്തിന്റെ ശക്തമായ അനുഭവം നമ്മൾ ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പരിശുദ്ധ അമ്മയാണ് നമ്മളെയൊക്കെ ഒരുക്കുന്നത്. ദൈവകുമാരനെ ഒരുക്കിയതുപോലെ നമ്മളെയും ഓരോരുത്തരെയും ഒരുക്കുവാനായിട്ട്, ആത്മാവിൽ നിറയപ്പെട്ട് ഒരുക്കപ്പെടുവാനായിട്ട്, ദൈവീയ സ്നേഹത്തിൽ ആഴപ്പെടുവാനൊക്കെ, എപ്പോഴും ആ ദൈവസ്നേഹത്തിൽ ആയിരിക്കുവാനൊക്കെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ക്ലാസ്സുകൾ എല്ലാ ദിവസമുള്ള ആഴ്ചയുള്ള ക്ലാസ്സുകൾ കൂടുതൽ അനുഭവങ്ങൾ നമ്മൾക്ക് പകർന്നു തരട്ടെ. നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദികർ, അതുപോലെ തന്നെ മറ്റ് ക്ലാസ് എടുക്കുന്ന ഓരോരുത്തരെയും സമർപ്പിക്കാൻ തിരഞ്ഞുകൂടെ ആരൊക്കെയാണ് ക്ലാസ് എടുക്കാൻ വരുന്നതെന്നും അവരെല്ലാം സമർപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ ഓരോ സഹോദരി സഹോദരന്മാരെയും എല്ലാവരും സമർപ്പിക്കാൻ ഈശോയുടെ ധാരാളമായ അനുഗ്രഹം ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നെല്ലാം പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു അനുഭവദായകമായ, അനുഗ്രഹദായകമായ ഒരു അനുഭവമായിരിക്കട്ടെ എന്നെല്ലാം പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രാവശ്യത്തെ ഈ 5ാമത്തെ ബാച്ചിനെ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവരുടെയും പേരിൽ ഉദ്ഘാടനം ചെയ്യാനായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. താങ്ക് യു അബ്രഹാം അച്ഛ. ആദ്യം ജോഷി അച്ഛനെ ദൈവരാജ്യം കുടുംബം എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നതിനായി സ്നേഹപൂർവ്വം ഇവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമ്മള് ഇന്ന് ഈ ഷൂവിന്റെ അതിന്റെ 5ാമത്തെ സെഷനാണ്. അപ്പോൾ ഷൂവ് റിട്ടേൺ അടിക്കല, യു ടേൺ അടിക്കല, തിരിച്ചു വരല. ദൈവത്തിന്റെ അനുഭവത്തിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക്, പരസ്പരമുള്ള സ്നേഹത്തിലേക്ക്, ഈ പ്രകൃതിയോടുള്ള സ്നേഹത്തിലേക്ക്, നിത്യവസതിയിലേക്കുള്ള പാതയിലേക്ക് ഒക്കെയുള്ള തിരിച്ചുവരവാണ് ഷൂബ്. ഇന്ന് എന്നോട് സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യവും കുടുംബവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവരാജ്യവും ഒരു കുടുംബത്തെ കുറിച്ചുള്ള, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ചിത്രം എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ അറിയാതെയാണെങ്കിലും, അല്ലെങ്കിൽ ഒരു രസത്തിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പുറത്ത് എഴുതി വെക്കും, യേശു ഈ കുടുംബത്തിന്റെ നാഥൻ എന്നെഴുതി വെക്കും. യേശു ഈ കുടുംബത്തിന്റെ നാഥൻ. എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അത് ഒരു കൊച്ചു കുടുംബം. പക്ഷേ അതിലൂടെ എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഈ കുടുംബം ദൈവത്തിന്റെ രാജ്യമാണെന്നാണ്. നാഥൻ, ഈ കുടുംബം ദൈവത്തിന്റെ രാജ്യമാണ്, ദൈവരാജ്യം. ബഹുമാനപ്പെട്ട അബ്രഹാം അച്ഛൻ ഇപ്പൊ പറഞ്ഞു, ആദ്യമായിട്ടാണ് അച്ഛനെ ഞാൻ കാണുന്നത്, വളരെ സന്തോഷം. അബ്രഹാം അച്ഛൻ ഇപ്പൊ പറഞ്ഞു, നമ്മള് പുതിയ അനുഭവത്തിലേക്ക്, ഒരു പുതിയ ധ്യാനത്തിലേക്ക്, പുതിയൊരു പ്രാർത്ഥനാനുഭവത്തിലേക്ക്, പുതിയൊരു ജീവിത ശൈലിയിലേക്ക്, ചിന്തയിലേക്ക് ഒക്കെ കടക്കുന്ന സമയമാണ്. സത്യത്തിൽ ഈ കടക്കല് അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ ഷൂബ് ലക്ഷ്യമിടുന്നത് കുടുംബത്തിലെ ദൈവരാജ്യ അനുഭവം സ്വന്തമാക്കുക, അല്ലെങ്കിൽ ഇന്റൻസിഫൈ ചെയ്യുക, അതുമല്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യ അനുഭവം നോക്കണം. ഉൽപ്പത്തി പുസ്തകത്തില്
ഈ രണ്ടാം അധ്യായത്തില് വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഉൽപ്പത്തി 2:18 ഉൽപ്പത്തി 2:18 ദൈവമായ കർത്താവ് അരുൾ ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനു ചേർന്ന ഇണയെ എന്ന മലയാളം ബൈബിളിൽ അവനു ചേർന്ന ഇണയെ ഞാൻ നൽകും. ഇംഗ്ലീഷ് ബൈബിളിൽ എന്താണാവോ? നിങ്ങളുടെ കയ്യിൽ ബൈബിളുണ്ടോ? വായിക്കാമോ? കുഴപ്പമില്ല, നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോ അവന് ചേർന്ന ഇണയെ, ഒരുപക്ഷെ ഹെൽപ്പർ എന്ന മറ്റായി വായിക്കാമോ കയ്യിലുണ്ടെങ്കിൽ? ഓക്കെ. ഹീബ്രുവിൽ എത്സർ നെഗിദോ എന്നാണ്. അത് രസകരമായ ഒരു പ്രയോഗമാണ്. എത്സർ നെഗിദോ, അതായത് അവന്റെ മുൻപിൽ ഒരു എത്സർ നൽകും. അവന് മുമ്പിൽ നിൽക്കാൻ പറ്റിയ, അവനോട് തോളോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ, അവനോട് അഭിമുഖം നിൽക്കാൻ പറ്റിയ ഒരു എത്സറിനെ നൽകും. ഈ എത്സർ എന്താണ്? ഇംഗ്ലീഷില് ഹെൽപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ബൈബിൾ ഹെൽപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പോകുന്ന ചിന്ത, ഓ ഹെൽപ്പറോ, അപ്പോ ഭർത്താവിന് ഹെൽപ്പറാണോ ഞാൻ എന്ന് പെട്ടെന്ന് ചിന്ത വരും. പക്ഷേ രസകരമായ കാര്യം, ഈ ഹീബ്രു പദം എത്സർ എന്ന ഹീബ്രു ബൈബിളിൽ വളരെ കാര്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടിയാണെന്നറിയാവോ? ദൈവത്തിനു വേണ്ടി. ഉദാഹരണത്തിന് എൽ എത്സർ, ദൈവം സഹായം. എലിയാസർ അല്ലെ, എന്റെ ദൈവമാണ് സഹായം. എലിയത്സർ കണ്ടോ, എലിയാസർ. അപ്പൊ എത്സർ എന്നാൽ അതുപോലെ എബനെത്സർ ബൈബിളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചില കടകൾക്കൊക്കെ പേര് കൊടുക്കാറുണ്ട്, എബനെത്സർ. സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, അതാണ് സഹായശില അല്ലെങ്കിൽ അഭയശില, സഹായശില. അപ്പൊ ദൈവത്തെയാണ് എത്സർ എന്ന പ്രയോഗത്തിലൂടെ പഴയ നിയമത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മനുഷ്യനോട് കൂടെ നിന്ന് മനുഷ്യനെ സഹായിക്കുന്ന ദൈവം. ദൈവത്തെ കൂടാതെ മനുഷ്യന് ഒന്നും പറ്റില്ല എന്നുകൂടിയുണ്ട്. അപ്പൊ എത്ര സുന്ദരമായ ഒരു പ്രയോഗമാണ് അവിടെയുള്ള ആ ഒരു പദം. എത്ര സുന്ദരമായ പ്രയോഗമാണ്. ഇവിടെ ഒരു ദൈവത്തെ പോലെ, ദൈവ സാന്നിധ്യം പോലെ ഒരു സാന്നിധ്യം, ഭാര്യയുടെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം പോലെയുള്ള സാന്നിധ്യം. ഇതാണ് ബൈബിളില് 2:18 ആ പ്രയോഗത്തിന്റെ, എത്സർ പ്രയോഗത്തിന്റെ അർത്ഥം. അപ്പോൾ ദൈവരാജ്യം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ ഭർത്താവ്, ഭാര്യ ഇവർ തമ്മിലുള്ള കരുതലിന്റെ, സ്നേഹത്തിന്റെ, പരിഗണനയുടെ, സുരക്ഷയുടെ എല്ലാ ധ്വനികളും അതിനകത്ത് ഉണ്ട്, വ്യക്തമായും ഉണ്ട്. എത്സർ. ഇനി വളരെ രസകരമായ ഒരു കാര്യം പിന്നീട് നമ്മൾ കാണുന്നുണ്ട്. ഈ ആദത്തെ ദൈവം ഒരു ഗാഠനിദ്രയിൽ ആഴ്ത്തിന്ന്. ഗാഠനിദ്ര, തർദ്ദേമ ഗാഠനിദ്ര. എന്താ ഈ തർദ്ദേമ? ശരിക്കും ഈ പദം ഉണ്ടല്ലോ, വലിയൊരു മിസ്റ്റിക്കൽ ടേമാണ്, മിസ്റ്റിക്കൽ സെൻസാണ് അതിന്. ഒരു കണ്ടംപ്ലേഷന്റെയും വലിയൊരു ദൈവത്തെ ചിത്രീകരിക്കുന്നിടത്ത് വലിയ ഇന്ദ്രനീലം പോലുള്ളത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിവരിക്കില്ലേ, അതുപോലൊരു വർണ്ണനയുടെ പ്രയോഗമാണത്. തർദ്ദേമ, ഒരു കണ്ടംപ്ലേഷന്റെ, ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസിന്റെ ഒക്കെ ഒരു അനുഭവമാണ്. ആ തർദ്ദേമയിലാണ്, ആ ഗാഠനിദ്രയിലാണ് ദൈവം എന്ത് ചെയ്തത്? ഓപ്പറേഷൻ നടത്തിയത്.
അങ്ങനെ ഓപ്പറേഷൻ നടത്തിയെടുത്തയാളാണ് ഭാര്യ. അല്ല, അങ്ങനെയാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വാരിയെല്ലിൽ നിന്ന് ദൈവം സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് അർത്ഥം. ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്, സംരക്ഷിക്കുന്നത് തന്നെയാണ്. ഈ എച്ചറിന്റെ മറ്റൊരു സൂചനയാണ് നമുക്ക് ഈ എല്ലിൽ നിന്ന്, അത് എച്ചമാണ്, എല്ലാണ്. അതുകൊണ്ടാണ് തൊട്ട് പിന്നാലെ പറയുന്നത് എച്ചം ഇറ്റ്സ് മൈ, എൻ്റെ അസ്ഥികളുടെ അസ്ഥി. രസാണത്. അതായത് നമുക്ക് ഈ അസ്ഥി വാരിയല് തന്നിരിക്കുന്നത് എന്തിനാ? വാരിയല് തന്നിരിക്കുന്നത് എന്തിനാ? വാരിയല് തന്നിരിക്കുന്നത് നമ്മുടെ ഉള്ളിലെ വളരെ പ്രധാനപ്പെട്ട അവയവങ്ങളെ കാത്തു രക്ഷിക്കാൻ വേണ്ടിയാണ്. നല്ല ബൈക്ക്, നല്ല സൂപ്പർ ബൈക്ക് അല്ലെങ്കിൽ ബുള്ളറ്റ്, അതിനൊക്കെ ഫ്രണ്ടിൽ ഒരു ഗാർഡ് ഉണ്ടാവില്ലേ? ബുള്ളറ്റിനൊക്കെ ഫ്രണ്ടിൽ നല്ലൊരു ബലമുള്ള ഗാർഡ് ഉണ്ടാവും. കാറിനാണെങ്കിലോ ഫ്രണ്ടിൽ നല്ല ബലമുള്ള ഒരു സംഗതിയാണ്. ജീപ്പാണെങ്കിലും ഉണ്ടാവും. എന്താ സംഗതി? എവിടെയെങ്കിലും പോയി ഇടിച്ചാലും അകത്തൊന്നും പറ്റരുത്. സുരക്ഷിതത്വമാണ്, സംരക്ഷണമാണ്. പ്രിയപ്പെട്ടവർ, എത്ര രസകരമായിട്ടാണ് കർത്താവ് ഈ ജനസീസില്, ഈ ഉൽപ്പത്തിയില്, പ്രത്യേകിച്ച് സ്ത്രീയുടെ സൃഷ്ടിയെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നിടത്ത് ദൈവത്തിന്റെ പദ്ധതി വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സിലാക്കുക. എച്ചർ, അതുപോലെ തന്നെ അസ്ഥി, എച്ചം. അപ്പോ അങ്ങനെ നമ്മൾ കാണുകയാണ് സ്ത്രീയും പുരുഷനും വലിയ സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ അനുഭവത്തിൽ ജീവിക്കേണ്ടവർ, പരസ്പരം തുണയായി ജീവിക്കേണ്ടവർ. അപ്പോൾ അതാണ് അങ്ങനെ ദൈവത്തിന്റെ പ്രൊട്ടക്ഷനിൽ, ദൈവ സാന്നിധ്യം പോലെ തന്നെ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഒന്നിച്ചു ജീവിക്കുന്ന അനുഭവം. അതാണ് ദൈവരാജ്യം. റോമക്കാർക്കുള്ള ലേഖനത്തില് 14-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ് ദൈവരാജ്യം? വ്യക്തമായി നമ്മൾ അവിടെ കാണുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. ഭക്ഷണവും പാനീയവുമല്ല. ഇനി പോട്ടെ, ഭക്ഷണവും പാനീയവും ഇല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഭക്ഷണവും പാനീയവും ഇല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഉറപ്പാണ്. അതുകൊണ്ട് നോക്കൂ, ഒരു കുടുംബം സൃഷ്ടിച്ചിരിക്കുന്നത് ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാൻ കൂടിയാണെന്നേ. അപ്പൊ ഭക്ഷണപാനീയങ്ങൾ ലഭിച്ച് ദൈവരാജ്യ അനുഭവത്തിന്റെ ശാരീരിക തലങ്ങളെല്ലാം സുന്ദരമായി കാക്കാൻ അധ്വാനിക്കുന്നു. പല രീതികളിൽ, ഭാര്യയുടെ രീതിയിൽ, ഭർത്താവിന്റെ രീതിയിൽ, മക്കളുടെ രീതിയിൽ അധ്വാനിക്കുന്നു. ദൈവരാജ്യം എന്നാൽ ഭക്ഷണപാനീയമല്ല എന്ന് പറയുമ്പോൾ പോലും ഭക്ഷണപാനീയങ്ങൾക്ക് ദൈവരാജ്യ അനുഭവത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. അത് തന്നെയും ടേക്കൺ കെയർ ഓഫ്. അതിനു വേണ്ടി ഈ ഭാര്യ ഭർത്തൃ ബന്ധം. ഇനി മുന്നോട്ട് പോകാം. ദൈവരാജ്യം എന്നാൽ ഭക്ഷണപാനീയമല്ല. ഇനി എന്താ പറയുന്നേ? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എൻ്റെ കർത്താവേ, ഈ വചനത്തിന്റെ വെളിച്ചം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ അതിന്റെ വെളിച്ചം തരണമേ. ഞങ്ങളുടെ വീട്ടിനുള്ളിലും ഞാൻ വെളിച്ചം തരണമേ. ദൈവരാജ്യമെന്നാൽ ഭക്ഷണപാനീയങ്ങളല്ല. ഇതാ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതി എന്താണ്? കുടുംബത്തിൽ നീതി എന്ന് വെച്ചാൽ എന്താ? കുടുംബത്തിലെ നീതി സാധാരണഗതിയിൽ വാട്ട് ഈസ് ജസ്റ്റിസ്? ഗിവ് ഈച്ച് വൺ ഹിസ് ഓർ ഹെർ ഡ്യൂ. ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ജസ്റ്റിസ് എന്താന്ന് വെച്ചാൽ പറയുന്നത്. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് നൽകുന്നത് ആണ് ജസ്റ്റിസ് എന്നാണ് ഈ സാധാരണഗതിയിൽ മാനുഷികമായത്. വളരെ ശരിയാണത്. അതും ഇതിലുണ്ട്. അവകാശപ്പെട്ടത് നൽകുക. ഈ ലത്തീൻ വിവാഹ ചടങ്ങില്, റോമൻ കാത്തലിക് വിവാഹ ചടങ്ങില് ലിറ്റർജിക്കലായിട്ട് ടെക്സ്റ്റ് വെച്ച് നോക്കിയാൽ രസകരമായ ചില കാര്യങ്ങളുണ്ട്. കല്യാണത്തിൽ എന്താണ് സംഭവം
എന്ന് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണെന്നറിയാവോ അവിടെ പറയുന്നത്? സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഇങ്ങനെ പറയണേ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണതാ. സ്നേഹിച്ചും ആദരിച്ചും ഒന്നിച്ചു ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോ സ്നേഹം അത് ഡ്യൂ ആണെന്നേ. സ്നേഹം ഡ്യൂ ആണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഈ സ്നേഹം ഡ്യൂ ആണെന്ന് പറയുമ്പോഴും ഈ സ്നേഹത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വലിയൊരു പ്രശ്നമാണേ. സ്നേഹത്തിന്റെ അർത്ഥം അങ്ങനെ സ്നേഹിച്ച് കൊല്ലാൻ പറ്റുമോ? സ്നേഹിച്ച് കൊല്ലാൻ പറ്റൂ? റെസ്പെക്ട്, അതാണ് സ്നേഹത്തിന്റെ കറക്റ്റ് തൂക്കം, അളവ് കാണിക്കാൻ വേണ്ടിയാണ്, ബാലൻസിങ് ആയിട്ടാണ് ഇപ്പുറം വെച്ചിരിക്കുന്നത്. എന്ത്? റെസ്പെക്ട്, ലവ് ആൻഡ് റെസ്പെക്ട്. റെസ്പെക്ട് ഇല്ലാതെ സ്നേഹമില്ല, സ്നേഹമില്ലാതെ റെസ്പെക്ട് ഇല്ല. എത്രമാത്രം റെസ്പെക്ട് ഒരാള് തൻ്റെ ജീവിത പങ്കാളിക്ക് നൽകുന്നു, അത്രമാത്രം സ്നേഹം കിട്ടും. അപ്പോൾ ദൈവരാജ്യം പണിതുയർത്തുന്നത്, നമ്മുടെ കുടുംബത്തിൽ ദൈവരാജ്യം പണിതുയർത്തുന്നത് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായും റെസ്പെക്ട് നൽകിക്കൊണ്ടാണ്. റെസ്പെക്ട് ഇൻ തോട്ട്സ്, റെസ്പെക്ട് ഇൻ വേർഡ്സ്, റെസ്പെക്ട് ഇൻ സ്റ്റാൻഡ് പോയിന്റ്സ്. റെസ്പെക്ട് ദൈവരാജ്യത്തിന്റെ നീതിയിൽ റെസ്പെക്ട് അടങ്ങിയിട്ടുണ്ട്, സ്നേഹം അടങ്ങിയിട്ടുണ്ട്. ആ സ്നേഹത്തിന്റെ അർത്ഥം എന്താണ്? അവിടെ സെൽഫ് സാക്രിഫൈസ് ആണ്. സ്നേഹം എന്നുള്ളത് സെൽഫ് സാക്രിഫൈസ് ആണ്. ഇനി അതേസമയം സെൽഫ് സാക്രിഫൈസ് ഒരാൾ നടത്തിയിട്ട്, അതുകൊണ്ടാണല്ലോ 1 യോഹന്നാനിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്നു നാം അറിയുന്നു. കണ്ടോ? അപ്പൊ സ്നേഹം സെൽഫ് സാക്രിഫൈസ് ആണ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്നു നാം അറിയുന്നു. 1 യോഹന്നാനില് നമ്മളത് കാണുന്നത് 3:16. 1 യോഹന്നാൻ 3:16. ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്നു നാം അറിയുന്നു. അപ്പോ പരിത്യാഗമാണ്. എന്ത് പരിത്യാഗം? സെൽഫ് സാക്രിഫൈസ് ആണ്. അതുകൊണ്ട് സത്യത്തിൽ വിവാഹത്തിലൂടെ സംഭവിക്കുന്നത്, വിവാഹ കൂദാശയിലൂടെ സംഭവിക്കുന്നത്, നിങ്ങൾ ഒരു അൾത്താരയിലേക്ക് കയറി നിൽക്കുക. അൾത്താരയിലേക്ക് കയറി നിൽക്കുന്നതിനെയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോ അവിടെ എന്തിനു വേണ്ടിയാ? സെൽഫ് സാക്രിഫൈസ്, സാക്രിഫൈസിങ് വൺ സെൽഫ് ഫോർ ദി അതർ. പക്ഷേ സാക്രിഫൈസിങ് വൺ സെൽഫ് ഫോർ ദി അതർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും അത് ചെയ്യുന്നു. അതാണ് അവിടുത്തെ ഐഡിയൽ. ആ രണ്ടുപേരും അത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദി അതർ ഗ്രോസ്. അതാണ്, ഞാനല്ല അവൻ വളരണമെന്ന് സ്നാപകൻ പറഞ്ഞതുപോലുള്ള ഒരു പരിപാടിയാണത്. അവൾ വളരണം, അല്ലെങ്കിൽ അവൻ വളരണം. ഇതാണ് അവിടുത്തേത്. അങ്ങനെ ഈ പറയുന്ന സ്നേഹത്തിൽ ശരിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ആഴപ്പെട്ടാൽ പരസ്പരം വളർത്തും. ദാറ്റ് ഈസ് ഡ്യൂ. പരസ്പരം വളർത്തും, തളർത്തില്ല. പരസ്പരം വളർത്തും, തളർത്തില്ല. എന്താ ഒറ്റ വാക്കുകൊണ്ട് ബോംബിട്ട പോലെയല്ലേ? തളർത്തിയില്ലെന്ന് മാത്രമല്ല ചുട്ട് കരിച്ചു എന്നുള്ളതാ. അപ്പോ നോക്കുക, ദൈവരാജ്യം എന്നാൽ നീതി. നീതി എന്ത് എന്ന് നമ്മൾ ലിറ്റർജിക്കൽ ടെക്സ്റ്റിലൂടെ ഒന്ന് കാണുകയായിരുന്നു. സ്നേഹം, ആദരം, ഒന്നിച്ചു ജീവിതം, നീതിയാണത്. നീതിയാണ്. ഈ ഒന്നിച്ചു ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം വളരെ ആഴപ്പെട്ട അർത്ഥങ്ങളുണ്ട് കേട്ടോ. നൽകാൻ കടപ്പെട്ടിരിക്കുന്നതെല്ലാം നൽകുക എന്നുകൂടിയാണ്. അത് എല്ലാ വിധത്തിലും കണ്ടു. അപ്പോൾ വളരെ വളരെ ശ്രദ്ധേയമായ, ധ്യാനിക്കേണ്ട, പഠിക്കേണ്ട, കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറേ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ലിറ്റർജി തന്നെ തരുന്നുണ്ട്. ഓക്കെ, മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പദം എടുക്കാം. സമാധാനം. ശരിയല്ലേ? ഇപ്പറയുന്ന നീതി ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? സമാധാനമുണ്ട്. ഇനി നീതിയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മൾ ഡ്യൂ എന്നാണ് പറഞ്ഞത് നേരത്തെ. അത് സാധാരണ രീതിയിൽ ഹ്യൂമൻ കൺസെപ്റ്റ് ആണ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. പക്ഷേ നീതിക്ക് മറ്റൊരു വശവും കൂടിയുണ്ട്, ദ ഡിവൈൻ ജസ്റ്റിസ്. എന്താ ജസ്റ്റിസിന്റെ ദിക്കൈയോസ്യൂനെ? പുതിയ നിയമത്തിലെ ദിക്കൈയോസ്യൂനെ എന്താണ്? ദിക്കൈയോസ്യൂനെ
അത് എന്താണ് ജസ്റ്റിസ്? അതുപോലെ നീതീകരണം, ദൈവത്തിന്റെ നീതീകരണം എന്താണ് പ്രിയപ്പെട്ടവർ? അവിടെ എന്ന് പറഞ്ഞത് ക്ഷമയാണ്, ദൈവത്തിന്റെ കരുണയാണ്. അതാണ് ദൈവത്തിന്റെ നീതി. അപ്പോ നോക്കുക, ആ നീതി എന്ന് പറയുന്നത് ഒന്ന് ലവ്, റെസ്പെക്ട്, ഒന്നിച്ചുള്ള ജീവിതം. ഇതെല്ലാം ഈ പറയുന്ന നീതിയുടെ വശം ആകുമ്പോൾ മറൊരു വശം കൂടിയുണ്ട് നീതിക്ക്. ക്ഷമയാണ്. ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ഏർപ്പാടിന്റെ പേരാണ് വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം. വലിയൊരു മാർജിൻ ഇടാൻ പഠിക്കലാണ് കുടുംബജീവിതം. മാർജിൻ, മറ്റേയാളുടെ കുറവുകൾക്ക് വലിയൊരു മാർജിൻ. അങ്ങനെയുള്ള ഒരു നീതിയുടെ ജീവിതമാണ് എന്ത് നൽകുന്നത്? സമാധാനം, വലിയ സമാധാനം. ദൈവരാജ്യ അനുഭവം സമാധാനമാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിൽ സമാധാനം നിറയട്ടെ പ്രിയപ്പെട്ടവരെ. ഷലോം, 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 സമാധാനം. ഈശോ പറഞ്ഞു നിങ്ങൾ സമാധാനം, കുടുംബത്തിൽ സമാധാനം ആശംസിക്കുക. എലിശാമ്മയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ തന്നെ പറയും സമാധാനം. പിന്നെ നമ്മൾ കാണുന്നത് എന്താ? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ഒന്നിച്ചു പോകുന്നതാണേ. സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷം ഒന്നിച്ചു പോകുന്ന. എലിശാമ്മയുടെ വീട്ടിലേക്ക് മറിയം ചെന്നിട്ട് സമാധാനം എന്ന് പറഞ്ഞുകൂടി എന്താ സംഭവിച്ചേ? ആ സ്നാപക കുഞ്ഞ് ഉദരത്തിൽ കുതിച്ചു ചാടി. പിന്നെ എലിശാമ്മയോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി. എന്നിട്ട് എന്താ പറഞ്ഞത്? അവൾ സന്തോഷിച്ചുകൊണ്ട് ഉദ്ഘോഷിച്ചു. കുതിച്ചാലും സന്തോഷമാണ്. ആ സന്തോഷം എലിശാമ്മയുടെ വാക്കുകളിലും പ്രകടം. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്ക് ഭാഗ്യം. എവിടുന്ന്? സന്തോഷിക്കുക. അമ്മയും കുഞ്ഞും തുള്ളിച്ചാടുക. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ തുള്ളിച്ചാടലുണ്ടാവട്ടെ. നീതിയിൽ അധിഷ്ഠിതമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൻ്റെ തുള്ളിച്ചാടൽ നിങ്ങളുടെ കുടുംബത്തിൽ നിറയട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥനയും ആശംസയും. ദൈവരാജ്യം കുടുംബത്തിൽ, അത് നിങ്ങളുടെ കുടുംബത്തിൽ സമൃദ്ധമായി ഉണ്ടാവട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ അർത്ഥവത്തായ ക്ലാസ് ആണ് ജോഷി അച്ഛൻ നമുക്ക് നൽകിയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അച്ഛാ. താങ്ക് യു ജോഷി അച്ഛ, അതിമനോഹര ക്ലാസ് നൽകിയതിന്. അടുത്തതായിട്ട് നമുക്ക് ടെസ്റ്റിമണി ഷെയറിങ്ങിനായി ജമ ചേച്ചിയെ ക്ഷണിക്കുന്നു. പ്രൈസ് ഗാഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജമ്മ, ഞാൻ മിനിസോട്ടയിൽ നിന്ന് വരുന്നു. എനിക്കിന്ന് പറയാനുള്ളത്, കഴിഞ്ഞ ക്ലാസ്സുകളിലും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം ചൊരിഞ്ഞതിനോട്ട് ആദ്യമായിട്ട് നന്ദി പറയണം. ഇന്നത്തെ എൻ്റെ കുടുംബജീവിതത്തിൽ ദൈനംദിന ദിവസത്തിൽ എനിക്ക് ഓരോ ദിവസവും ദൈവം ചെയ്യുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുകയും, എസ്പെഷ്യലി എനിക്ക് ആഫ്റ്റർ സ്ട്രോക്ക് ഞങ്ങളുടെ കുടുംബം ഒത്തിരി ഡിഫിക്കൽട്ടീസിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും എല്ലാവരും ക്ഷമയോടുകൂടി, പ്രത്യേകിച്ചും എൻ്റെ മെമ്മറി ഇഷ്യൂസ് ഒരു വളരെ ഡിഫിക്കൽട്ടാണ്. ഞാൻ നിങ്ങളാരും കാണുന്നത് പോലെയല്ല, എനിക്ക് ഓരോ കാര്യങ്ങൾ റിട്ടേൺ ചെയ്യാനായിട്ട് ഒത്തിരി പ്രയാസമുണ്ട്. എഴുതി വയ്ക്കും, എങ്കിലും ഞാൻ കീപ് റിപ്പീറ്റിംഗ് ടു മൈ ഫാമിലി. എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടായാലും എല്ലാവരും വളരെ സഹിഷ്ണുതയോടെ അത് റിപ്പീറ്റ് ചെയ്യും. എനിക്ക് തന്നെ നാണക്കേട് തോന്നുന്ന ഒരു അവസരം ഉണ്ടായി, പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ എല്ലാം കടന്നു പോയപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു ഒത്തിരി അവസരങ്ങൾ ഇങ്ങനെ ദൈവം എന്നെ ചിന്തിപ്പിക്കുകയും, എങ്ങനെ എനിക്ക് മാറാം, അല്ലെ എനിക്ക് തന്നെ എൻ്റെ വീട്ടിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ എങ്ങനെ സാധിക്കും എന്നതിനെ കുറിച്ചൊന്ന് നോക്കാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ ഈ കുടുംബത്തിൻ്റെ ദൈവരാജ്യത്തെയും അടിസ്ഥാന വചന പ്രഘോഷണത്തെ കുറിച്ച് ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെ എൻ്റെ കുടുംബത്തിൽ എങ്ങനെ വ്യത്യാസങ്ങൾ വരുത്താം എന്ന് തന്നെ ഞാൻ എപ്പോഴും, എനിക്കൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു ഹസ്ബൻഡിനെ കുറ്റം പറയുക, അല്ലെങ്കിൽ അങ്ങനെ അയാളുടെ കുറവുകളെ എടുത്തു കാണിക്കാനൊക്കെ ഒരു ശ്രമം. അതെൻ്റെ ബലഹീനതയാണെന്ന് എനിക്ക് മനസ്സിലാകുകയും ഞാനത് അഡ്മിറ്റ് ചെയ്യുകയും വളരെ പോസിറ്റീവായിട്ട് അത് ചിന്തിക്കുകയും, അങ്ങനെ ചെയ്തപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ എനിക്ക്
പ്രാർത്ഥന എന്ന് പറയുന്നതിൽ എന്നെ കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൽ നിന്ന് അവര് എന്നെ ഡിസ്കറേജ് ചെയ്യില്ല, എൻകറേജ് ചെയ്തില്ലെങ്കിലും അതിന് പരാതിയും കുറ്റപ്പെടുത്തലുകളും ഒന്നുമില്ല. അത് തന്നെ ദൈവത്തിന്റെ ഒരു അത് ഞാൻ തന്നെ മാറിയപ്പോഴാണ് അതങ്ങനെ സംഭവിച്ചെന്നുള്ള എനിക്ക് ഈ അറിവ് ശരിക്കും ഈ ക്ലാസ്സിൽ നിന്നാണ് കിട്ടിയത് കേട്ടോ. എന്നോട് ആരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ സാധാരണയായിട്ട് മറ്റുള്ളത് നിങ്ങൾ ക്ഷമിക്കണം, സഹിക്കണം, മിണ്ടാതിരിക്കണം അങ്ങനെയൊക്കെ അല്ലാതെ ഇതെങ്ങനെയാണ് എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് പ്രായോഗികമായിട്ട് ശരിക്കും ക്രിസ്ത്യാനികരണം എന്ന ഒരു പുസ്തകം വായിച്ചപ്പോഴും അല്ലെങ്കിൽ അത് ഡിസ്കസ് ചെയ്യുമ്പോഴും എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ എന്താണ് ചെയ്യുന്നത്. എനിക്ക് പലപ്പോഴും എനിക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകത്തില്ല. അതിനു മുമ്പായിട്ട് തന്നെ എനിക്ക് തോന്നും ഞാൻ എങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ മനസ്സിലേക്ക് ചോദ്യം വരുന്നത്. ശരിക്കും റിയലി എൻ്റെ ഹൃദയത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ അനുഭവപ്പെടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോ ദിവസവും എല്ലാവരും പങ്കെടുക്കുമ്പോൾ എല്ലാവർക്കും ഇതേ അനുഭവം ആയിരിക്കുമോ, അതോ ഇനിയിപ്പോൾ എനിക്ക് കുറ്റമുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തെ അവലോകനം ചെയ്യാനായിട്ടുള്ള തീർച്ചയായിട്ടും ജോഷിയച്ചൻ്റെ ക്ലാസ്സുകളും ശരിക്കും അറിവ് ഒത്തിരി നൽകുകയും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രകാശം തീരെ ബാഡ് അല്ലായിരുന്നെങ്കിലും എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ള ഒരു വഴികൾ ജസ്റ്റിൻ്റെ ചേച്ചിയുടെയും എല്ലാവരുടെയും ഇങ്ങനെ ഓരോന്ന് അവലോകനം ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തെയാണ് അത് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറയും ജീവിതത്തിൻ്റെ എല്ലാ ഡിഫിക്കൽട്ട് സമയങ്ങളിൽ ദൈവസ്നേഹം അനുഭവിച്ചറിയാനും അവസരം തരികയും എൻ്റെ കുറവുകളെ മനസ്സിലാക്കുകയും ക്ഷമയോടെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കുടുംബത്തെ നൽകാൻ തന്നെ സാധിച്ചെന്ന് എനിക്ക് പറയുന്നു. അപ്പം അത് ഓവർനൈറ്റ് അല്ല, ഓവർ ദ പീരിയഡ് ഓഫ് ടൈം മറ്റുള്ളവരോട് കാരുണ്യം എനിക്ക് ഞാൻ പറഞ്ഞ ഒരു സ്ട്രോക്ക് വന്നതിൻ്റെ പ്രയാസങ്ങളുണ്ടെന്ന് പോലും എന്നോട് പറയാതെ എന്നോട് എപ്പോഴും പറയും ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു റീഅഷ്വറൻസ് എൻ്റെ ഫാമിലി. എനിക്ക് ആങ്സൈറ്റിയുടെ പ്രോബ്ലം ഉണ്ടായിരുന്നു സ്ട്രോക്ക് കഴിഞ്ഞ്. ഇതിനെല്ലാം സഹായിക്കാനായിട്ട് അത് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യമാണ്. ഞാൻ തന്നെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനും തന്നെ എളിമപ്പെട്ടു, എൻ്റെ കുറവുകളെ മനസ്സിലാക്കുകയും അതെല്ലാവരും എന്നോട് അല്ലെങ്കിൽ എന്നെ സഹായിക്കുകയും ചെയ്ത അത് മറ്റൊന്നുമല്ല, ദൈവസ്നേഹത്തിൻ്റെ ഇത്രമാത്രം സ്നേഹാനുഭവിക്കാൻ എനിക്ക് എന്ത് യോഗ്യത എന്ന് എപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കുകയും അത് തന്നെ എൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടുകയും മറ്റുള്ളവരിൽ നിന്ന് ഞാൻ അനുഭവിക്കുകയും ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുകയും ചെയ്യുന്നു. അപ്പൊ ഇതിനെല്ലാം കാരണം എനിക്ക് കിട്ടിയ അറിവുകളും എനിക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന പ്രാർത്ഥനയും മുന്നോട്ട് പോകാനായിട്ടുള്ള ദൈവസ്നേഹവും കുടുംബം നമുക്ക് എങ്ങനെ ഒരു എന്തെല്ലാം ഒത്തിരി അറിവുകളുണ്ട്. ഇതെല്ലാം എനിക്ക് റിട്ടേൺ ചെയ്യാനുള്ള കഴിവില്ലെങ്കിലും ദൈവമേ എനിക്ക് ബേസിക് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളെങ്കിലും എൻ്റെ തലച്ചോറിൽ പതിപ്പിക്കാനായിട്ട് അല്ലെ ഹൃദയത്തിൽ ആഴപ്പെടുവാനും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹം ദൈവം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അത് അറിവില്ലായിരുന്നെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കഴിവിനൊത്ത് ഞാൻ മറ്റുള്ളവരോട് ദൈവത്തെക്കുറിച്ച് പറയാനും എങ്ങനെ അറിവ് ഷെയർ ചെയ്യാനും ദൈവം എന്നെ അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുകയും എന്നെ കേട്ടിരിക്കുന്നവർക്ക് ദൈവം എല്ലാവരെയും ഇനിയും ഇതിൽ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ജമ ചേച്ചി. ദൈവരാജ്യം എന്ന വിഷയത്തെക്കുറിച്ച് ഷിജു ചേട്ടനെ ക്ലാസ് നയിക്കുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുതിയൊരു 10 ആഴ്ച നമ്മൾ ഒരുമിച്ചൊരു യാത്ര ആരംഭിക്കുകയാണ്. അത് ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയാണ്. സൂചിപ്പിച്ച ഷൂബ് ഒരു തിരിച്ചുപോക്കാണ്, ഒരു തിരിച്ചു യാത്രയാണ്. ദൈവസ്നേഹത്തിലേക്ക്, കർത്താവിലേക്ക്, ക്രിസ്തുവിലേക്ക് ഒക്കെ തിരിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എങ്ങോട്ടാണ് തിരിച്ച് യാത്ര ചെയ്യുന്നത്? അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ഈ ലോകത്തിൽ വന്ന് ഓരോരുത്തരും തിരിച്ച് യാത്ര ചെയ്യണം, തിരിച്ചു പോകണം ഈ ലോകത്തിൽ നിന്ന്. എങ്ങോട്ടാണത്? അത് ദൈവരാജ്യത്തിലേക്കാണ്. ഒന്നുകിൽ ദൈവത്തിന്റെ ഏറ്റവും മഹനീയമായ രാജ്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള വേറൊരു രാജ്യത്തിലേക്ക് പോകാം. 2 സാധ്യതകളാണ് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉള്ളത്. ഒന്ന്, സ്നേഹിക്കുന്ന പിതാവായ ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ സ്നേഹമില്ലാത്ത ഇടത്തിലേക്ക്, നമ്മളതിനെ തിന്മയുടെ രാജ്യമെന്നോ നരകമെന്നോ ഒക്കെ വിളിക്കും. അപ്പൊ നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ച് നമുക്ക്
വേറൊരു ഓപ്ഷനെ കുറിച്ച് നമുക്ക് ചിന്തയില്ല. നമ്മുടെ ജീവിതം ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടാണ്. ദൈവരാജ്യത്തിൽ നിന്ന് നമ്മൾ വന്നു, ദൈവരാജ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു. നമ്മൾ ഈ സമയം സുവിശേഷങ്ങളിലൂടെയും മറ്റ് സഭയുടെ പഠനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തകളൊന്ന് ആഴപ്പെടുകയാണ്. ഈ 10 ആഴ്ചയും നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വിഷയങ്ങളും ഈ ദൈവരാജ്യത്തോട് ആഴമായി നമ്മൾ ബന്ധത്തിൽ വളരാനായിട്ട്, ദൈവരാജ്യമായി നമ്മൾ രൂപപ്പെടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സുവിശേഷങ്ങളിൽ നാം ദൈവരാജ്യത്തെ കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് വായിക്കാവോ? മത്തായിയുടെ സുവിശേഷം 4:17. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഒന്ന് വായിക്കാവോ? അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നിട്ട് യേശുക്രിസ്തു തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, യേശു എന്താ പറഞ്ഞു തുടങ്ങുന്നത്? മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവരാജ്യം, സ്വർഗരാജ്യം 2 വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ. അപ്പൊ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു മാനസാന്തരം, നമ്മൾ ഇപ്പോൾ പോകുന്നത് സ്വർഗരാജ്യത്തിന് അനുഗുണമായ ഒന്നല്ലെങ്കിൽ അതിൽ നിന്ന് മാറി സ്വർഗരാജ്യത്തിന് അനുഗുണമായ ഒന്നിലേക്ക്, സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ജീവിതത്തിന് ആ സ്നേഹത്തിലേക്ക് അനുരൂപപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ വരണം, മാനസാന്തരപ്പെടണം, നമ്മുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തണം. അത് നാം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായി 3:2 നമ്മൾ വായിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, എന്തെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ മാനസാന്തരം, നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തൽ, അത് സ്വർഗരാജ്യത്തോട് ബന്ധപ്പെടുത്തിയാണ് ക്രിസ്തുനാഥൻ ഓർമ്മപ്പെടുത്തുന്നത്. മത്തായി 6:33 ജോഷേച്ചൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്. ഒന്ന് വായിച്ചേ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഒന്നും കൂടെ വേറെ ഒരാളും കൂടെ വായിക്കാവോ? നമ്മൾ ഇത് നമ്മുടെ ഉള്ളിലൊന്ന് ഉറയ്ക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് എന്താണ്? കർത്താവിന്റെ രാജ്യവും അവിടുത്തെ നീതിയുമാണ്. അതോടൊപ്പം ബാക്കിയെല്ലാം നമുക്ക് നൽകപ്പെടും, നമുക്ക് ലഭിക്കും എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് കർത്താവ് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം തന്നെ 6:33 നമ്മളത് കാണുന്നത്. മത്തായിയുടെ സുവിശേഷം ആരംഭത്തിൽ നമ്മൾ കണ്ടു. കർത്താവ് പറഞ്ഞ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ആ സ്വർഗരാജ്യത്തെക്കുറിച്ചും അവിടുത്തെ നീതിയെക്കുറിച്ചുമാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ബാക്കിയെല്ലാം അതോടൊപ്പം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നവയാണ്. മത്തായിയുടെ സുവിശേഷം 7:21, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പൊ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക മാത്രമല്ല, ആ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ, സ്വർഗത്തിന്റെ അധിപനായ, ഉടമസ്ഥനായ, സ്വർഗത്തിന്റെ രാജാവായ, ആ സ്നേഹമായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. നമുക്ക് സുവിശേഷം വായിച്ച് കടന്നു പോകുമ്പോൾ ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ, നിർവഹിക്കുന്നതിൽ, ഇഷ്ടം നിറവേറ്റുന്നതിൽ ഞാൻ നിരന്തരം ജാഗ്രതയുള്ളവനാണ്, ശ്രദ്ധയുള്ളവനാണ് എന്നാണ്. അപ്പം പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുമ്പോഴാണ് ഒരാൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയുക എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 11:12 നമ്മൾ വായിക്കുന്നു, സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു, ബലവാന്മാർ അത് കവർന്നെടുക്കുന്നു. അപ്പൊ ദൈവരാജ്യം, സ്വർഗരാജ്യം ഫ്രീ ആണ്, ആർക്കും വെറുതെ കിട്ടുന്നതാണ്, ദാനമാണ്, സൗജന്യമാണ്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ബലപ്രയോഗം ആവശ്യമാണ് എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മാനസാന്തരപ്പെടണം, പിതാവിന്റെ ഇഷ്ടമാണ് നിർവഹിക്കേണ്ടത്. ആദ്യം ഈ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്.
ബലപ്രയോഗത്തിലൂടെ ഇത് ഞാൻ കവർന്നെടുക്കുന്നു, ഞാൻ സ്വന്തമാക്കുന്നു എന്ന് മത്തായി ശ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം 32 പ്രാവശ്യം ദൈവരാജ്യം എന്ന പ്രയോഗം നമുക്ക് കണ്ടെത്താനായിട്ടാവും. അപ്പൊ നമുക്കറിയാം ഈ സുവിശേഷം എത്രമാത്രം ഗൗരവത്തോടെയാണ്, എത്രമാത്രം പ്രധാനപ്പെട്ടതായിട്ടാണ് ഈ ദൈവരാജ്യം എന്ന കാഴ്ചപ്പാട്, ചിന്ത ഈ സുവിശേഷം നമുക്ക് കൊണ്ടുവന്നു തരുന്നത്. നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെത്തി അതിന്റെ തുടക്കം തന്നെ 1-ാം അധ്യായം 14-15 വാക്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്ന യേശു ക്രിസ്തു അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിക്കണം, ജീവിതത്തിന്റെ തെറ്റായ വഴികളിൽ നിന്ന്, സ്നേഹത്തിന്റെ കുറവുള്ള വഴികളിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ വഴികളിലേക്ക് വരണമെന്ന് ഇവിടെയും കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ഈശോ പറയാണ്, എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിൽ ഞാൻ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെടുക. കർത്താവിന് തന്നെ കുറിച്ചുള്ള നല്ല വ്യക്തത അവിടുന്ന് പറയുകയാണ്, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തെ കുറിച്ചുള്ള കൃത്യമായ വ്യക്തമായ കാര്യങ്ങൾ പങ്കുവെക്കപ്പെടാൻ വേണ്ടിയാണ്, ദൈവരാജ്യത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയാണ്, എല്ലാവരും ദൈവരാജ്യത്തിന്റെ ഭാഗമാണെന്ന് അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ മറ്റു പട്ടണങ്ങളിലേക്കും മറ്റിടങ്ങളിലേക്കും ഈ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് ലൂക്കായുടെ സുവിശേഷം 4:43 നമ്മൾ വായിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 4:16 നമ്മൾ വായിക്കുന്നു, ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു, എല്ലാവരും ബലം പ്രയോഗിച്ച് അതിൽ പ്രവേശിക്കുന്നു. ഒരു ബലപ്രയോഗം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം, അതിനായുള്ള ഒരു അധ്വാനം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടുള്ള ഒരു നിരന്തരമായ ശ്രമം വേണമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാണ് ഈ ബലപ്രയോഗം എന്നാണ് ലൂക്ക 18:17 പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ശിശുവിനെ പോലെ ആകുന്ന ഒരു ബലപ്രയോഗം അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ടാവുകയുള്ളൂ. ഓരോ വ്യക്തിയും നടത്തേണ്ട ബലപ്രയോഗം അത് ശിശുവിനെ പോലെ ആകാനായിട്ടുള്ള ബലപ്രയോഗമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 30-ലേറെ തവണ ദൈവരാജ്യം എന്ന മുഖ്യ പ്രമേയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും നമ്മൾ ഇത് കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:3 പറയുന്നു, യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പൊ ഒരു പുതുജനനം, ഒരു പുതു സൃഷ്ടിയാകൽ, നമുക്കറിയാം. അവിടെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇനി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ പ്രവേശിച്ച് വീണ്ടും ജനിക്കുന്നത്? യേശുക്രിസ്തു അതിന് ഉത്തരം കൊടുക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയാവുക, മാനസാന്തരപ്പെടുക, മനസ്സിനെ പരിവർത്തനപ്പെടുത്തുക. നമ്മൾ പറഞ്ഞു ശൂബ്, ഒരു തിരിച്ചു നടത്തം. ഞാൻ ഇന്നുവരെ പോയ വഴികൾ തെറ്റാണെങ്കിൽ, സ്നേഹത്തിനെതിരാണെങ്കിൽ അതിൽ നിന്നെല്ലാം തിരിച്ചു പോവുക. ഇന്നുവരെ എൻ്റെ ജീവിതത്തിന് പ്രഥമ സ്ഥാനം കർത്താവ് അല്ലായിരുന്നുവെങ്കിൽ ആ പ്രഥമ സ്ഥാനം കർത്താവ് ആകുന്നതിലേക്ക് ഞാൻ തിരിച്ചു നടക്കുക. എൻ്റെ പാപകരമായ എൻ്റെ വഴികളിൽ നിന്ന് പുണ്യത്തിന്റെ, പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ജീവിതത്തിന്റെ, ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ കൂട്ടായ്മയുടെ, ദൈവസ്നേഹം പങ്കുവെക്കുന്ന കൂട്ടായ്മയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചു നടക്കാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു തിരിച്ചു നടത്തം, ശൂഭ, ഒരു മാനസാന്തരം നമ്മെ ക്ഷണിക്കുകയാണ്, യോഹന്നാനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സുവിശേഷങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ആത്യന്തികമായി സുവിശേഷം നമ്മളോട് പറയുന്നത് അതൊരു രാജ്യത്തെ കുറിച്ചാണ്. അത് ദൈവപിതാവ് ഭരണം നടത്തുന്ന, നമ്മളൊക്കെ അവിടുത്തെ മക്കളായ, നിത്യമായി നാം ജീവിക്കുന്ന ഒരു രാജ്യത്തെ കുറിച്ചുള്ള വളരെ സുന്ദരമായ പ്രബോധനങ്ങളും പഠനങ്ങളും ഒക്കെ ഉപമകളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കർത്താവിന്റെ പഠനങ്ങളിലൂടെയും പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം, ആ പ്രാർത്ഥന ദൈവരാജ്യത്തിന്റെ പ്രാർത്ഥനയാണത്. അത്തരത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആഴമായ ബോധം, ആഴമായ തിരിച്ചറിവ്, ആ ദൈവരാജ്യത്തിലാണ് നാം, ദൈവരാജ്യത്തിൽ നിന്ന് നാം വന്നു, നാം ദൈവരാജ്യമായി ഇവിടെ ജീവിക്കണം,
നാം തിരിച്ച് ദൈവരാജ്യത്തിലാണ് എത്തേണ്ടതെന്ന നല്ല ബോധ്യം നമ്മളെ ഉറപ്പിക്കുന്നതാണ് വിശുദ്ധ വചനങ്ങൾ നമുക്ക് തരുന്ന ബോധങ്ങൾ. അപ്പൊ ഈ വചനങ്ങളെല്ലാം ഈ ദൈവരാജ്യത്തിലേക്ക് വളരാനായിട്ട് നമ്മളെ സഹായിക്കുകയാണ്. ഇനി അപ്പസ്തോലിക പ്രബോധനം, ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക ആഹ്വാനം, രണ്ടാം വത്തിക്കാൻ കൗൺസിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ഇതെല്ലാം ഈ ദൈവരാജ്യത്തെ കുറിച്ച് നമ്മൾ എന്താ ഓർമ്മപ്പെടുത്തുന്നത്? ഏതാനും ചില സൂചനകളിലേക്ക് നമ്മൾ പോവുകയാണ്. സഭാ പ്രബോധനങ്ങളിലൂടെ കടന്നു വരുമ്പോൾ പോൾ ആറാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനം, സുവിശേഷ പ്രഘോഷണം, അതിൽ നാം വായിക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വായിക്കാവോ? ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ക്രിസ്തു തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളതും ലൂക്കായുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതും. ഈ സാക്ഷ്യം വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കാരണം അത് ക്രിസ്തുവിന്റെ ദൗത്യം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ദൗത്യം എന്താണ്? ദൈവരാജ്യമാണ്. ആ ദൈവരാജ്യത്തെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടെന്ന് പോൾ ആറാമൻ പാപ്പ സുവിശേഷ പ്രഘോഷണം എന്ന തന്റെ അപ്പസ്തോലിക പ്രബോധനത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷ പ്രഘോഷണം തന്നെ അതിൽ തന്നെ 8ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നു. സുവിശേഷ പ്രഘോഷകൻ എന്ന നിലയിൽ ക്രിസ്തു ആദ്യമായി ഒരു രാജ്യത്തെ പറ്റി, ദൈവരാജ്യത്തെ പറ്റി പ്രഖ്യാപിക്കുന്നു. ദൈവരാജ്യത്തിന് അവിടുന്ന് അതിമഹത്തായ സ്ഥാനം നൽകുന്നു. ദൈവരാജ്യമാണ് സർവപ്രധാനം. മറ്റുള്ളവയ്ക്കെല്ലാം ആപേക്ഷികമായ പ്രാധാന്യമേ ഉള്ളൂ. ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുക എന്നതിലുള്ള ആനന്ദം വിവിധ രീതികളിൽ വർണ്ണിക്കുന്നതിൽ ദിവ്യനാഥൻ ഉത്സുകനായിരുന്നു എന്നാണ് ഈ ഡോക്യുമെന്റിലൂടെ നമ്മളെ സഭ ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു വന്ന് പഠിപ്പിച്ചത് ദൈവരാജ്യം എന്ന ആ പ്രധാനപ്പെട്ട അതിമഹത്തായ ഒന്നിനെ കുറിച്ചാണ്. അപ്പൊ ആ രാജ്യമാണ് പ്രധാനപ്പെട്ടത്. ബാക്കിയെല്ലാം ആപേക്ഷികമാണ്, ബാക്കിയെല്ലാം പ്രധാനപ്പെട്ടതല്ല. ആ രാജ്യത്തിലെ പൗരന്മാരാണ് നമ്മൾ എന്നതിൽ, നാം ഓരോരുത്തരും ആ രാജ്യത്തിലെ പൗരന്മാരാണ് എന്നതിലുള്ള ആനന്ദം വിവിധ രീതികളിൽ യേശു ക്രിസ്തു വർണ്ണിച്ചിരുന്നു. അതാണ് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ മുഴുവൻ ഈ ദൈവരാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്നതിലുള്ള ആനന്ദവും അതിന്റെ വലിപ്പവും മഹത്വവും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് ഈ അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നാം മനസ്സിലാക്കുകയാണ്. ജോൺ പോൾ പാപ്പയുടെ ചാക്രിക ലേഖനമായ രക്ഷകന്റെ മിഷനിൽ നമ്മൾ വായിക്കുന്നു 13-ൽ, ദൈവിക പദ്ധതിയെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് നസ്രായനായ യേശുവാണ്. നസ്രായനായ യേശു ക്രിസ്തുവാണ് ദൈവിക പദ്ധതിയുടെ പൂർണ്ണത. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു, അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവരാജ്യത്തിന്റെ സ്ഥാപനവും പ്രഘോഷണവുമാണ് തന്റെ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഇതിനായിട്ട് അത്രേ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു പറയാണ്, ഞാൻ ഇതിനെ അയക്കപ്പെട്ടിരിക്കുന്നത് ദൈവരാജ്യം സ്ഥാപിക്കാനാണ്, അതിന്റെ പ്രഘോഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഞാൻ പങ്കുവെക്കാം. ക്രിസ്തുവിന്റെ ജീവിതം മുഴുവൻ ഈ ദൈവരാജ്യം, യഥാർത്ഥത്തിൽ യേശുക്രിസ്തു തന്നെ ദൈവരാജ്യമായിരുന്നു. ആ ദൈവരാജ്യത്തിന്റെ മുഴുവൻ സവിശേഷതകളും യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്നിരുന്നു. താൻ തന്നെയായ ആ ദൈവരാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചും ആ ദൈവരാജ്യം ഇവിടെ വരുന്നതിനെ കുറിച്ചും ഒക്കെ ആളുകളോട് പങ്കുവെച്ച് അവരെ അതിലാക്കി തീർക്കാനായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിൽ തന്നെ നാം വായിക്കുകയാണ്, യേശു തന്റെ രാജ്യത്തിന്റെ സ്വഭാവവും നിബന്ധനകളും തന്റെ വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും വ്യക്തിത്വത്തിലൂടെയും ക്രമേണ വെളിപ്പെടുത്തി തരികയാണ്. ദൈവരാജ്യം സമസ്ത മാനവരാശിക്കും വേണ്ടിയുള്ളതാണ്. സകലരും അതിലെ അംഗങ്ങളാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സത്യത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുവാനാണ് സമൂഹത്തിലെ അധസ്ഥിതരോടും യേശു കൂടുതൽ അടുത്ത് പെരുമാറുന്നത്. സുവിശേഷം അവരെ അറിയിക്കുന്നതിൽ അവിടുന്ന് കൂടുതൽ താല്പര്യം കാണിച്ചു. അപ്പൊ സകലർക്കും സംലഭ്യമാകുന്ന, സകലർക്കും വേണ്ടിയുള്ള ഈ ദൈവരാജ്യം, ആ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരും ഉൾച്ചേർന്നവരാണ് എന്ന ബോധ്യത്തിൽ ഉൾപ്പെടുത്താൻ യേശുക്രിസ്തു നിരന്തരം ശ്രമിക്കുന്നതിനെ കുറിച്ചാണ് സുവിശേഷങ്ങളിലൂടെ യേശുക്രിസ്തുവിന്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യബന്ധങ്ങളെ പുതിയ രൂപഭാവങ്ങളിൽ ക്രമപ്പെടുത്തുകയാണ് ദൈവരാജ്യത്തിന്റെ ലക്ഷ്യം. മനുഷ്യർ തമ്മിൽ സ്നേഹിക്കാനും ക്ഷമിക്കാനും
ശുശ്രൂഷിക്കാനും സന്നദ്ധരാകുന്നതനുസരിച്ച് ദൈവരാജ്യം ക്രമേണ വളർന്ന് പ്രാപിക്കുന്നു. നമ്മൾ വിശുദ്ധ സുവിശേഷത്തിലൂടെ പോകുമ്പോൾ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ്, നമ്മുടെ ഇടയിലാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ നമ്മുടെ ഉള്ളിലായ, നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യം അത് പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ, ക്ഷമിക്കുന്നതിലൂടെ, ശുശ്രൂഷിക്കുന്നതിലൂടെ നമ്മുടെ ഉള്ളിൽ വളരുകയാണ്. അതിലൂടെ നമ്മുടെ മനുഷ്യബന്ധങ്ങൾക്ക് പുതിയ രൂപഭാവം ഉണ്ടാവുകയാണ്. ദൈവരാജ്യത്തിന്റെ ലക്ഷ്യവും സ്വഭാവവും സമസ്ത മാനവരാശിയുടെയും സമ്പൂർണമായ ഐക്യമാണ്. മനുഷ്യർ തമ്മിലും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധത്തെ, ആ കൂട്ടായ്മയെ ആഴപ്പെടുത്താനായിട്ടാണ് ഈ ദൈവരാജ്യം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ എത്തുന്നതിലൂടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള ബന്ധം, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധം, മനുഷ്യർക്ക് തന്നോട് തന്നെയുള്ള ബന്ധത്തിൽ വളരെ ആ രൂപഭാവങ്ങളിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നു എന്നാണ് ഈ ചാക്രി ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ സുവിശേഷത്തിന്റെ സന്തോഷം എന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു 180. ആരെങ്കിലും ഒരാൾ വായിക്കാവോ? സുവിശേഷം ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ്. നമ്മുടെ ലോകത്തിൽ ഭരണം നടത്തുന്ന സ്നേഹപൂർണനായ ദൈവത്തെക്കുറിച്ചുള്ളതാണ്. അവിടുന്ന് നമ്മുടെ ഉള്ളിൽ ഭരണം നടത്തുന്നതനുസരിച്ച് സമൂഹ ജീവിതം സാർവത്രിക സാഹോദര്യത്തിനും നീതിക്കും സമാധാനത്തിനും മഹത്വത്തിനുമുള്ള ഒരു പശ്ചാത്തലമാകും. അങ്ങനെ ക്രൈസ്തവ പ്രഭാഷണവും ക്രൈസ്തവ ജീവിതവും സമൂഹത്തെ സ്വാധീനിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. എത്ര ആഴമുള്ള ഒരു തിരിച്ചറിവാണ്. ഞാൻ പറഞ്ഞത്, ഇത് തന്നെ നമുക്ക് ധ്യാനിക്കാൻ 1 ആഴ്ച 2 ആഴ്ച എടുക്കാവുന്നതാണ്. അത്രമാത്രം ദൈവരാജ്യം സ്നേഹപൂർണമായ ദൈവത്തെ കുറിച്ചുള്ളതാണ്. അത് നമ്മുടെ ഉള്ളിൽ ഭരണം നടത്തുന്നതാണ്. അതുവഴി ലോകത്തിനുണ്ടാകുന്ന വ്യതിയാനം എന്താണ്? അപ്പൊ നമ്മൾ ഓരോരുത്തരും ദൈവരാജ്യമാകാതെ ഈ ലോകത്തെ മാറ്റിമറിക്കാനാവില്ലെന്ന് ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ, തന്റെ പഠനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതാണ് ഫ്രാൻസിസ് പാപ്പ ഓർമ്മപ്പെടുത്തുന്നത്. 180 തന്നെ വായിക്കുന്നു, നാം ദൈവരാജ്യം അന്വേഷിക്കുകയാണ്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശുവിന്റെ ദൗത്യം അവിടുത്തെ പിതാവിന്റെ രാജ്യം ഉദ്ഘാടനം ചെയ്യുക എന്നതാണ്. സ്വർഗരാജ്യം സമീപസ്ഥമാണ് എന്ന സദ്വാർത്ത പ്രഘോഷിക്കാൻ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. അപ്പൊ യേശുക്രിസ്തു പ്രഘോഷിച്ചതും ശിഷ്യന്മാരെ ഏൽപ്പിച്ചതുമായ കാര്യമാണ് ഈ ദൈവരാജ്യത്തെ കുറിച്ച് പ്രഘോഷിക്കുക, ആ ദൈവരാജ്യത്തിൽ ആയിരിക്കാനായിട്ട് ഓരോരുത്തരെയും സഹായിക്കുക എന്നുള്ളത്. 2ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തിരുസഭയെ കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിലെ LG അതിൽ നമ്മൾ വായിക്കുന്നു, പരിശുദ്ധ സഭയുടെ രഹസ്യാത്മകത അവളുടെ സംസ്ഥാപനത്തിൽ തന്നെ പ്രകടമായി. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കുകളാൽ തിരുലിഖിതങ്ങളിൽ യുഗങ്ങളായി വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ മംഗലവാർത്ത വിളംബരം ചെയ്തുകൊണ്ടാണ് കർത്താവായ ഈശോ തന്റെ സഭയ്ക്ക് ആരംഭം ഇട്ടത്. അപ്പൊ ഈ എന്താണ് സഭയുടെ തുടക്കം, അതിന്റെ ആരംഭം എന്നൊക്കെ പറയുന്നതിലേക്ക് സൂചന കൊണ്ടുവരുമ്പോൾ അത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന ആ ദൈവരാജ്യത്തെ കുറിച്ച് യുഗങ്ങളായി വാഗ്ദാനം ചെയ്ത ദൈവരാജ്യത്തിന്റെ പതിപ്പാണ് പരിശുദ്ധ സഭ. ആ ദൈവരാജ്യത്തിന്റെ സവിശേഷതകൾ മുഴുവൻ വിളങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യത്തെ കാണുന്നത് ഈ സഭയിലേക്ക് നോക്കുമ്പോഴാണ്. അല്ലെങ്കിൽ സഭയെ അത്തരത്തിലാണ് നാം മനസ്സിലാക്കിയെടുക്കുന്നത്, അത്തരത്തിലാണ് സഭയോട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നത് എന്ന് സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിന്റെ 541 മുതൽ 553 വരെയുള്ള ഖണ്ഡികയിലൂടെ നമ്മൾ വായിച്ചെടുക്കുന്നത്, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പിതാവിന്റെ ഇഷ്ടം നിർവഹിക്കുന്നതിന് ക്രിസ്തു ഭൂമിയിൽ സ്വർഗരാജ്യം ഉദ്ഘാടനം ചെയ്തു. അവൻ ദൈവരാജ്യത്തെക്കുറിച്ചും ക്രിസ്തു ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെക്കുറിച്ചും ക്രിസ്തു ആ ദൈവരാജ്യമായി സഭയെ സ്ഥാപിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായി വ്യക്തമായി ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവരാജ്യം എന്താണ് എന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ, സഭയുടെ പഠനങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ചില ചിന്തകൾ, ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ദൈവരാജ്യം ഒരു രഹസ്യമാണ്. ദൈവരാജ്യം ഒരു സൗജന്യ ദാനമാണ്. ദൈവരാജ്യം നമ്മിലാണ്, നമ്മുടെ ഇടയിലാണ്. ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ശൈലിയാണ്, ഒരു ജീവിത ശൈലിയാണ്. ദൈവരാജ്യം പുതിയൊരു സ്നേഹത്തിന്റെ ഉടമ്പടിയാണ്. ദൈവരാജ്യത്തിൽ സ്നേഹത്തിനാണ് സർവപ്രധാനം.
സ്നേഹിക്കുന്ന പിതാവ് ഭരിക്കുന്ന ഇടമാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൽ ഓരോ വ്യക്തികൾക്കും വലിയ മഹത്വമുണ്ട്. ദൈവരാജ്യത്തിൽ ഉദ്ദേശശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ചെയ്യുന്ന പ്രവൃത്തിക്കപ്പുറം അതിന്റെ പിന്നിലെ മനോഭാവത്തിനാണ് പ്രാധാന്യം. ദൈവരാജ്യം എന്ന് പറയുന്നത് നിരന്തരമായ അതിശയത്തിന്റെ ഇടമാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ഇതെല്ലാം ദൈവരാജ്യത്തെക്കുറിച്ച് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, സഭയുടെ പഠനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ചില തടസ്സങ്ങളെ കുറിച്ചും നമ്മൾ ഇവിടെ കണ്ടെത്തുകയാണ്. ഒന്ന്, നീതിമാനാണെന്ന ഭാവം, സമ്പത്തിലുള്ള ആശ്രയത്വം, പാപാവസ്ഥ. ഇത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് തടസ്സമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഈ ദൈവരാജ്യത്തിലേക്ക് വളരാനായിട്ടാണ് ഈ 10 ആഴ്ചയും ഈ പറയുന്ന ചിന്തകളിലൂടെ ഒക്കെ നമ്മളെ രൂപപ്പെടുത്തുകയാണ്. അപ്പൊ ഈ തുടർന്ന് വരുന്ന 10 ആഴ്ചയും ദൈവരാജ്യത്തിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കുകയാണ്. യേശുവിന്റെ പ്രഘോഷണത്തിന്റെ കാതൽ ദൈവരാജ്യമാണ്. യേശുവിന്റെ വരവോടെ ആരംഭിക്കുന്നതും എന്നാൽ പൂർത്തിയാകാനുള്ളതുമായ യാഥാർത്ഥ്യമാണ്. എന്ന ദൈവരാജ്യം പൂർത്തിയാകുന്നത് അത് അന്ത്യവിധിയിലൂടെയാണ്. ആ ദൈവരാജ്യത്തിന്റെ പരിപൂർണതയിലേക്ക് നമ്മളെല്ലാം എത്തിച്ചേരുന്നത് എന്നാണ്. ദൈവത്തിന്റെ സുവിശേഷമായ ക്രിസ്തു തന്നെയാണ് ദൈവരാജ്യത്തിന്റെ പ്രഥമനും പരമോന്നതനുമായ വക്താവ്. ആ ദൗത്യം അവിടുന്ന് ജീവിതത്തിൽ നിർവഹിച്ചുകൊണ്ട് കുരിശിലെ ബലിയിൽ അവിടുന്ന് പൂർത്തിയാക്കുന്നതായി നാം സുവിശേഷത്തിലും സഭയുടെ പ്രബോധനങ്ങളിലൂടെയും മനസ്സിലാക്കുകയാണ്. അപ്പൊ ദൈവരാജ്യം തന്നെയായ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ആ ദൈവരാജ്യത്തെ കുറിച്ച് ഭംഗിയായി അവിടുന്ന് പങ്കുവച്ചു. ആ ദൈവരാജ്യമായി അവിടുന്ന് ജീവിച്ചു. ആ ദൈവരാജ്യത്തിലേക്ക് എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞു. നമുക്കറിയാം, വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ എല്ലാവരെയും ക്ഷണിക്കുകയാണ്, എല്ലാവരെയും വിളിക്കുകയാണ്. പക്ഷെ ഒരു ബലപ്രയോഗം ആവശ്യമാണ്. ആ ദൈവരാജ്യത്തിൽ എൻ്റർ ചെയ്യണമെങ്കിൽ വിവാഹ വസ്ത്രം ധരിക്കണം. അതൊരു നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രത്യുത്തരമാണ്. അപ്പൊ ഇത്തരത്തിൽ അതിലേക്ക് വളരാൻ നമ്മളെ ഈ ഒരു കോഴ്സ് സഹായിക്കുകയാണ്. ഏതാനും വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, വിശുദ്ധ റീത്ത പുണ്യവതി നമുക്ക് കുടുംബമായി ജീവിച്ചു. ഭർത്താവ് മറ്റൊരാൾ കൊലപ്പെടുത്തപ്പെടുകയാണ്. ആ ഭർത്താവിനെ കൊന്ന ഘാതകരെ കൊല്ലാനായിട്ട് ആഗ്രഹിച്ച മക്കളുടെ മരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചയാളാണ്. ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാലും സ്വർഗത്തിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിച്ചതിനാലാകാം എൻ്റെ മക്കളുടെ മരണത്തിനായി ഞാൻ പ്രാർത്ഥിച്ചത്. ഏതാനും വർഷം ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നതിനേക്കാൾ എത്രയോ മഹനീയമാണ് നിത്യതയിൽ ഒരുമിച്ച് ജീവിക്കുന്നത്. എല്ലാ വിശുദ്ധരും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രതീക്ഷയോടെ സ്വപ്നം കണ്ടവരും അതിനുവേണ്ടി തങ്ങളുടെ ഈ ലോക ജീവിതത്തെ ഒരുക്കിയവരുമാണ്. ഭൂമിയിൽ തനിച്ചായി പോകുമെന്നോ ആരും തുണയില്ലാതെ നിൽക്കേണ്ടി വരുമെന്നോ വിശുദ്ധ റീത്ത ചിന്തിച്ചില്ല. ദൈവം എന്നെ ഭരമേൽപ്പിച്ച മക്കൾ സ്വർഗത്തിൽ എത്തണം, അതുമാത്രമായിരുന്നു എൻ്റെ ജീവിത ലക്ഷ്യം. പിന്നീട് അവൾ സന്യാസിനിയായി വലിയ വിശുദ്ധയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം നമ്മുടെ കൂടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കയ്യിൽ ദൈവമേൽപ്പിച്ച ജീവിത പങ്കാളിയാകാം, മാതാപിതാക്കളാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, ഇവരെയെല്ലാം സ്വർഗത്തിൽ എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ദൗത്യമാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണെന്ന് ഈ വിശുദ്ധയിലൂടെ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിൻ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന വ്യക്തിയായിരുന്നു വിൻസെന്റ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് അദ്ദേഹം വളരെ കൃത്യമായി ഇത് പറയുന്നുണ്ട്. ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഏത് നിമിഷവും ഒരുക്കമുള്ളവനാണ്, സന്നദ്ധനാണ്. അവസാനത്തെ 1 വർഷത്തോളം വിൻസെന്റ് പള്ളോട്ടിൻ ആ ഒരു മരണത്തോടും നിത്യതയിലേക്ക് തന്റെ ജീവിതത്തെ ഒരുക്കുന്നതിനോടും അനുബന്ധപ്പെട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരുക്കമാണ്, എപ്പോഴാണെങ്കിലും സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് ഓർമ്മ. എല്ലാ വിശുദ്ധരുടെയും ജീവിതത്തിന്റെ അവസാന ജീവിതകാലം എടുക്കുമ്പോൾ അവർ ഈ സ്വർഗത്തിൽ എത്തുന്നതിനെ കുറിച്ച് അതിനുവേണ്ടിയുള്ള വലിയ ഒരുക്കം അവർ ആ സമയത്ത് പ്രത്യേകമായ വിധത്തിൽ നടത്തുന്നത് നമുക്കറിയാം. വിശുദ്ധ മാർഗരറ്റ് മേരി അലോക് തിരുഹൃദയ ഭക്തി ഈ ലോകത്തിൽ കർത്താവ് കൊണ്ടുവന്ന് കൊടുത്ത് വെളിപ്പെടുത്തിയ ആളാണ്. ഈ വിശുദ്ധ മരണത്തോട് അടുത്ത് നിൽക്കുമ്പോൾ അദ്ദേഹം പലപ്പോഴും ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചതാണ്, കർത്താവെ, ഈ പ്രവാസ ലോകത്ത് നിന്ന് എപ്പോൾ നീ എന്നെ വിളിക്കും? ആ നിത്യതയിൽ നിത്യമായ കർത്താവിന്റെ രാജ്യത്തിലേക്ക് എത്തുന്നതിലേക്കുള്ള തീഷ്ണതയും ദാഹവും ആഗ്രഹമാണ്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ വചനത്തിലൂടെ. ഞാൻ ഇവിടെ ആയിരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ പിതാവിനോടൊപ്പം നിത്യതയിൽ സ്വർഗത്തിലായിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മരിച്ച അവിടെ ആയിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എങ്കിലും ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കൂടുതൽ ഫലപ്രദമായി ദൈവരാജ്യത്തെ കുറിച്ച് പങ്കുവെക്കാനാണെന്ന് അപ്പോസ്തലൻ ഓർപ്പിച്ച വാക്കുകളും ഞാൻ ഓർത്തു പോവുകയാണ്.
അടുത്ത വിശുദ്ധ പാദ്രിപിയോ മരണത്തിന്റെ അവസാന സമയത്ത് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, എനിക്ക് പലപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന എൻ്റെ പരിശുദ്ധ അമ്മ, ഒപ്പം മരിച്ചുപോയ എൻ്റെ അമ്മ, ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് നിൽക്കുകയാണ്, എന്നെ സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകാനായിട്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് തൻ്റെ മരണത്തിനായി ഏറ്റവും അടുത്ത സമയത്ത് അദ്ദേഹം ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധരെല്ലാം ഇത്തരത്തിൽ ഒരുങ്ങുന്നത് നമുക്ക് കാണുന്നുണ്ട്. ഒരു വിശുദ്ധരൊന്നുമല്ല, എല്ലാ വിശുദ്ധരും അപ്രകാരമാണ്. എന്താണ് ഇവരെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്? ദൈവരാജ്യം എന്ന മഹനീയമായ അതിശ്രേഷ്ഠമായ രാജ്യത്തിലേക്ക് നാം ഓരോരുത്തരും നിരന്തരം ഒരുങ്ങണമെന്നാണ്. ആ ഒരുക്കത്തിലേക്ക് നമ്മളെ സഹായിക്കാനാണ് ഈ ശൂബ്, ഈ 10 ആഴ്ച നമ്മളെ പ്രത്യേകമായിട്ട് വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവരാജ്യത്തിലേക്ക് ഒരുങ്ങാനും വളരാനുമായി നമ്മൾ ഒന്ന് നിരന്തരം കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനം ധാരാളമായി വായിക്കണം. ഈ ദൈവവചനത്തിലൂടെയാണ് ഈ ദൈവരാജ്യത്തെ കുറിച്ച് നമുക്ക് നല്ല അവബോധം ഉണ്ടാകുന്നത്. ധാരാളം വിശുദ്ധരുടെ ജീവിതങ്ങൾ നമ്മൾ വായിക്കുന്നതിലൂടെ ദൈവരാജ്യത്തിലേക്ക് ഒരുങ്ങാൻ നമ്മളെ സഹായിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയും ത്യാഗവും ഒക്കെ ഈ ദൈവരാജ്യത്തിലേക്ക് വളരാൻ നമ്മളെ ഒരുക്കുന്നു. നിരന്തരമുള്ള നമ്മളെ കുറിച്ചുള്ള തിരിച്ചറിവ്, വിചിന്തനങ്ങൾ, കുമ്പസാരത്തിനായ ഒരുക്കമൊക്കെ ദൈവരാജ്യത്തിലേക്ക് വളരാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ നിരന്തരം ദൈവവചനം വായിച്ചുകൊണ്ടും കൗതാശികമായി നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ, ദൈവരാജ്യത്തിനെതിരായി നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ കണ്ടെത്തിക്കൊണ്ടും നമുക്ക് മുമ്പേ ദൈവരാജ്യമായി ജീവിച്ച് കടന്നുപോയ വിശുദ്ധരുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ധ്യാനിച്ചുകൊണ്ടും ഈ ദൈവരാജ്യത്തിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മനോഹരമായ രാജ്യത്തിലേക്ക് അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ശൂബ് തിരിച്ചു പോകാൻ. ദൈവരാജ്യത്തിൽ നിന്ന് നാം വന്നു, ആ ദൈവരാജ്യത്തിലേക്ക് നാം നടന്നടുക്കാൻ കർത്താവ് നമുക്ക് എന്തേരം കാര്യങ്ങളാണ് തന്നത്. പരിശുദ്ധ സഭയെ അവിടുന്ന് നമുക്ക് നൽകി. പരിശുദ്ധ കുർബാന ദൈവരാജ്യത്തിലേക്ക് പോകുന്നവരുടെ യാത്രാ ഭക്ഷണമാണ്, പൊതിച്ചോറാണ്. ദൈവരാജ്യത്തിലേക്ക് പോകാനായിട്ട് ശുദ്ധത ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്. ശിശുവിനെ പോലെ ആകാതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനാവില്ല. അപ്പൊ നിരന്തരമായ മാനസാന്തര പരിവർത്തനത്തിലൂടെ നമ്മളെ കൊണ്ടുപോകാൻ കുമ്പസാരക്കൂട് ദൈവരാജ്യത്തിലേക്ക് പോകുന്നവർക്ക് ഇറങ്ങി കുളിച്ച് കയറാനുള്ള മനോഹരമായൊരു നദിയാണ്. ഈ ദൈവരാജ്യത്തിലേക്ക് പോകാൻ വിശുദ്ധ വചനം നമുക്ക് ബലവും ശക്തിയും വഴികാട്ടിയുമാണ്. നമുക്ക് മുമ്പേ ജീവിച്ചു പോയ വിശുദ്ധർ ദൈവരാജ്യത്തിലേക്ക് നമ്മെ അവരുടെ പ്രാർത്ഥനയാൽ, അവരുടെ പുണ്യങ്ങളാൽ, അവരുടെ നമ്മോടൊപ്പമുള്ള സഹവാസത്താൽ അവർ നമ്മളെ സഹായിക്കുകയാണ്. പരിശുദ്ധ സഭ മുഴുവനും ഈ ദൈവരാജ്യത്തിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ നിരന്തരം നമ്മെ ചേർത്ത് പിടിക്കുകയാണ്. കർത്താവേ, ഈ രാജ്യത്തെക്കുറിച്ച് നിരന്തരം സ്വപ്നം കണ്ടുറങ്ങാൻ, ഈ രാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ട് ഉണർന്നെഴുന്നേൽക്കാൻ, ഈ രാജ്യത്തിന്റെ പൗരന്മാരായിരിക്കുന്നതിൽ അതിയായി സന്തോഷിക്കാൻ, ഈ രാജ്യത്തിന്റെ പൗരന്മാരുടെ നിയമസംഹിതയനുസരിച്ച്, ജീവിതക്രമം അനുസരിച്ച് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും. ആമേൻ. താങ്ക് യു ഷിജു ചേട്ടാ. ക്ലൂഷന് വേണ്ടി എബ്രഹാം അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോൾ സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മള് ആദ്യത്തെ ക്ലാസ്സുകള്, ഇന്നത്തെ 2 ക്ലാസ്സും പ്രത്യേകിച്ച് നമ്മുടെ ജോഷി അച്ഛൻ എടുത്തു. നമ്മൾക്ക് നല്ലൊരു അനുഭവമാണ്. നമ്മുടെ കുടുംബത്തിലെ ദൈവിക സാന്നിധ്യത്തെ പറ്റി മനോഹരമായി അദ്ദേഹം നമ്മളോട് പങ്കുവെച്ചു. നമ്മളോട് പറയുകയുണ്ടായി, റോമ 14:17 പറയുന്നത് പോലെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. പരസ്പരം ആ സമാധാനം, നീതി, അതുപോലെ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം നമ്മൾ അനുഭവിക്കണം, അത് പങ്കുവെക്കണം, അതിന് പരസ്പരം അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുള്ളതിനെ പറ്റി നമ്മളെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു. വളരെ മനോഹരമായിരുന്നു. അത് നമ്മൾക്ക് ദൈവിക സാന്നിധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴാണ്, നമ്മൾ ഈശോയാണ് യോജിപ്പിച്ചത്, ആ ദൈവരാജ്യ അനുഭവത്തിലൂടെ വളരേണ്ടവരാണ് എന്നുള്ള ആ ഒരു അവബോധം നമ്മൾക്ക് വരുമ്പോഴാണ് അത് നമ്മൾക്ക് ലഭിക്കുന്നത്. അതിനൊത്തിരിയേറെ സാക്രിഫൈസ് ആവശ്യമാണ്. നമ്മൾക്കറിയാം, രണ്ടുപേരും സാക്രിഫൈസ് ചെയ്യുകയാണ്. അത് ആ അനുഭവത്തിന് വേണ്ടിയാണ്. അപ്പോൾ പരസ്പരം സാക്രിഫൈസ് ചെയ്ത് ബലിയായിക്കൊണ്ട് ബലിയുടേതായ ജീവിതം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു
സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷമായിരിക്കും. സമാധാനം ലഭിക്കും. അവര് വഴി അവർക്ക് ലഭിച്ച ആ മക്കൾക്കും ആ ഒരു അനുഭവം ഉണ്ടാകും. മാതാപിതാക്കളിലൂടെയാണല്ലോ അവർക്കും ലഭിക്കുന്നത് ദൈവരാജ്യ അനുഭവം ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും, അതുപോലെ അവിടെ കടന്നു വരുന്നവർക്കും ആ ഒരു അനുഭവം ലഭിക്കുന്നു. തീർച്ചയായിട്ടും നമുക്കതറിയാം. അങ്ങനെ ജോഷിച്ചന്റെ ക്ലാസ്സിനെ പറ്റി അത് നമ്മൾ സാക്ഷ്യം കേട്ടിരുന്നു. നമ്മൾക്ക് പെട്ടെന്നൊക്കെ ഓരോരോ ജീവിത പരിസ്ഥിതികൾ വരുമ്പോഴത്തേക്ക്, രോഗങ്ങളും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും. അപ്പോൾ കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ടിലൂടെ, അതുപോലെ ക്ലാസ്സിലൂടെ ലഭിച്ച അനുഭവം, ക്രിസ്ത്യാനുകരണം എന്നുള്ള ക്രിസ്ത്യാനുകരണ പുസ്തകം വായിച്ചും ക്ലാസ്സിലൂടെയും ഒക്കെ പ്രാർത്ഥനയിലൂടെയൊക്കെ ദൈവീക അനുഭവത്തിലൂടെ ആ സ്റ്റോക്കിൽ നിന്ന് എന്നെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ, പ്രത്യാശയിലൂടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജമ്മ ജോൺ സഹോദരി സിസ്റ്ററിന് സാധിക്കുന്നു, ആ കുടുംബത്തിന് സാധിക്കുന്നു. അതെല്ലാം വളരെ മനോഹരമായിരുന്നു. വ്യക്തിപരമായ ആ അനുഭവം അത് തീർച്ചയായിട്ടും. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട ഷിജു ജോസഫ് നമ്മളെ പറ്റി, ദൈവരാജ്യത്തെ പറ്റി വളരെ മനോഹരമായിട്ട് നമ്മളെ പറഞ്ഞ് നമ്മൾക്ക് ക്ലാസ് എടുത്തു. അത് ആദ്യമായിട്ട് പ്രത്യേകിച്ച് സുവിശേഷങ്ങളില് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നതിനെ പറ്റി അതിലെല്ലാം കാണുന്നത് മനസാന്തരപ്പെടുവിൻ എന്നാണ്. മനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ അവിടുത്തെ നീതിയെല്ലാം ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ. 6:33. അതുപോലെ മർക്കോസിന്റെ സുവിശേഷത്തിലെ, അതുപോലെ ലൂക്കായുടെ സുവിശേഷം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മളെ അവബോധം നമ്മൾക്ക് നൽകി. വീണ്ടും ജനിക്കണം എന്നുള്ള യോഹന്നാന്റെ സുവിശേഷം 3:3 ദൈവപിതാവിന്റെ ഭരണം, നമ്മുടെ സ്വർഗസ്വനായ പിതാവ് എന്ന പ്രാർത്ഥനയിലും അത് തന്നെയാണല്ലോ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്നുള്ള ആ ഒരു. അതുപോലെ നമ്മളെ ഉത്ബോധിപ്പിച്ചു. അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ നമ്മൾ ഈ ദൈവരാജ്യത്തെ പറ്റി പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളെ കൂടുതൽ ബോധവാന്മാരാക്കി. പോളറാമൻ മാർപ്പാപ്പയുടെയും അതുപോലെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും രക്ഷകന്റെ മിഷൻ, അങ്ങനെയുള്ള ആ പഠനത്തിലൂടെ, അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ സുവിശേഷത്തിന്റെ സന്ദേശം, അതുപോലെ വത്തിക്കാൻ സെക്കൻഡിലൂടെ തിരുസഭയെ പറ്റിയുള്ള ആ ഉത്ബോധനം, അതെല്ലാം നമ്മളെ അവബോധമുള്ളതാക്കി മാറ്റി. വീണ്ടും നമ്മളെ പറ്റി പറയുന്നുണ്ട്. അതൊരു രഹസ്യമാണ്, ഒരു സൗജന്യദാനമാണ്, നമ്മിലാണത് ഉള്ളത്, ജീവിത ശൈലിയാണ്, പുതിയ ഉടമ്പടിയാണ്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തില്, നമ്മുടെ വ്യക്തിപരമായിട്ടൊക്കെ ഉള്ള ജീവിതത്തില് നീതിമാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ നമ്മൾ വളരാൻ ബുദ്ധിമുട്ടാണത്. നീതിമാൻ എന്നുള്ള ഭാവം, അതുപോലെ സമ്പത്തിൽ ആശ്രയം വയ്ക്കുന്ന ആ ഒരു അവബോധം നമ്മൾക്കുണ്ടെങ്കിൽ അതും നമ്മൾക്കൊരു തടസ്സമാണ്. അതുപോലെ പാപാവസ്ഥ നമ്മളിലുണ്ടെങ്കിൽ അപ്പോൾ അതും തടസ്സമായി മാറുന്നു എന്നുള്ളതാണ്. നമ്മളെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെ നമ്മളെ വഴി നടത്തി. പ്രത്യേകിച്ച് വിശുദ്ധ റീത്ത, വിശുദ്ധ വിൻസെന്റ് ബെല്ലോട്ടി, വിശുദ്ധ മാർഗറ്റ് മേരി എലക്കോ, വിശുദ്ധ പാദ്രെ പിയോ, ഈ വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിലൂടെ അവർ ദൈവരാജ്യത്തെ വേണ്ടി ഒരുങ്ങിയതായിട്ട് അവസാന നാളുകളിലൊക്കെ അവർ ഒരുങ്ങി. തീർച്ചയായിട്ടും അതിനു മുമ്പ് അവർ ഒരുങ്ങിയിരുന്നാലും അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ പോയ കാര്യങ്ങളെ പറ്റി നമ്മളോട് പറയുണ്ടായി. വീണ്ടും നമ്മളെ പ്രായോഗികമായിട്ടും എല്ലാം നമ്മൾ ഒരുങ്ങണം എന്നുള്ളതിനെ പറ്റി പറയുന്നത്. നിരന്തരം നമ്മുടെ പ്രാർത്ഥന, ദൈവവചന വായന, ഔദാസികമായ ജീവിതം, പ്രാർത്ഥന, ത്യാഗം, കുമ്പസാരം, അതുപോലെ വിശുദ്ധരുടെ ജീവിതത്തിലൂടെയൊക്കെ നമ്മൾ ഇതിൽ വളരുവാനും നമ്മൾക്ക് പ്രേരണകൾ ഉൾക്കൊള്ളുവാനും ഒക്കെ സാധിക്കുമെന്നുള്ള മനോഹരമായ ക്ലാസ് ആയിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഷിജു ജോസഫ് നമ്മൾക്ക് പങ്കുവച്ചത്. അപ്പോൾ പ്രത്യേകമായി നന്ദി പറയുന്നു. ഈ ക്ലാസ്സുകൾ കൂടുതൽ നമ്മളെ ദൈവരാജ്യ അനുഭവത്തിലേക്ക്, നമ്മുടെ കുടുംബം ആ ദൈവരാജ്യ അനുഭവത്തിൽ ആഴപ്പെടുവാനായിട്ട്, കുടുംബങ്ങളിലൂടെയാണ് നമ്മുടെ ഇടവക അതുപോലെ രൂപത ഇങ്ങനെയെല്ലാം വളരുന്നത്. അത് നമ്മുടെ കുടുംബം കണ്ടുകൊണ്ടാണ് ദൈവരാജ്യ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് മറ്റ് കുടുംബങ്ങൾക്കും മറ്റുള്ളവർക്കും ഒക്കെ അത് പ്രേരണയായി മാറുന്നത്. അങ്ങനെ പ്രത്യേകം ഓർക്കുന്നു. അപ്പോൾ പ്രത്യേകം നന്ദി. ആവേ മരിയ. താങ്ക് യു സോ മച്ച് എബ്രഹാം അച്ഛ. അടുത്തായിട്ട് അനൗൺസ്മെന്റ്സിനായി ഷാജിക്കുട്ടി ആന്റിയെ. നമ്മളിപ്പം USA നമ്മുടെ ഷൂബിന്റെ 5ാമത്തെ ആദ്യത്തെ ക്ലാസ് ആണ് നമ്മളിപ്പം ദൈവരാജ്യത്തെ കുറിച്ച് പങ്കുവച്ച് കേട്ടത്.
നാട്ടിൽ ഇതേ സമയത്ത് 26-ാം തീയതി ഈ സാറ്റർഡേ ഷൂബിന്റെ 6ാമത്തെ ബാച്ച് നാട്ടിൽ തുടങ്ങുവാണ്. നമ്മുടെ നാട്ടിലുള്ള റിലേറ്റീവ്സിനൊക്കെ ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് നമ്മൾ ആൾക്കാരെ ചേർക്കണം. അതുപോലെ ഈ ബാച്ചിലും പറ്റുന്നത്ര അറിയാവുന്ന ആൾക്കാരെ എല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കണം. ഇതൊരു നമ്മുടെ സുവിശേഷ പ്രഘോഷണം എന്ന നമ്മുടെ പ്രാഥമിക ദൗത്യത്തിന്റെ ഒരു ഭാഗമാണ്. ധാരാളം ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരിക, അതിലൂടെ ഒരു കുടുംബം, ഒരു ദേശം, അങ്ങനെ എല്ലാം നവീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. അറിയാവുന്നവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരിക. അതുപോലെ നമുക്ക് ഓരോ ദിവസവും ഇപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ കേട്ടത്. ഈ ഒരാഴ്ച മുഴുവൻ നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ദൈവരാജ്യത്തെ കുറിച്ച് ഓരോ വചനങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടും. ആ വചനത്തിന്റെ വിചിന്തനം നമ്മൾ ഇടണം. ആ വചന വിചിന്തനം ഇട്ടാലേ നമുക്ക് അതിലേക്ക് നമ്മൾ ഈ ഒരാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് ദൈവരാജ്യത്തെക്കുറിച്ചാണ്. ആ ദൈവരാജ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിന് തക്കതായ വചനങ്ങൾ നമുക്ക് ഓരോ ദിവസവും ഗ്രൂപ്പിൽ ഇട്ട് തരും. അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ച് അതിൻ്റെ ഓരോ വചന വിചിന്തനം നമ്മൾ ഡെയിലി ഇടണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് കൂടുതൽ ആഴപ്പെട്ട് ചിന്തിച്ച് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വചന വിചിന്തനം ഇടുമ്പോൾ നമ്മൾ ആ വചനം കുറേ പ്രാവശ്യം വായിക്കും. അത് നമുക്ക് അനുഗ്രഹമാണ്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതേക്കുറിച്ച് നമുക്കൊരു ചെറിയൊരു വോയിസ് നോട്ടായിട്ട് ഇട്ടാൽ മതി. അത് നമ്മളും വളരും. അതുപോലെ അത് കേൾക്കുന്നവർക്കും അതൊരു പ്രചോദനമായിരിക്കും. അതുപോലെ ഒരാൾക്ക് കിട്ടുന്ന പരിശുദ്ധാത്മാവ് പലർക്കും പലതാണ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പൊ പലർക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഡെയിലി പ്രെയർ ഉണ്ട്. ഫാമിലി പ്രെയർ ആണ് 7 PM സെൻട്രൽ ടൈമിൽ. അപ്പൊ അതില് ജോയിൻ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ജോയിൻ ചെയ്യണം. ഒരു നല്ലൊരു കുറേ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളത് തുടങ്ങിയത് മുതൽ നമുക്ക് ഒത്തിരി പ്രാർത്ഥനയുടെ ഒരു അഭിവൃദ്ധി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇതിലേക്ക് ഡെയിലി പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളും അവരുടെ കുടുംബങ്ങളിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ പറയാൻ പോലും അറിയത്തില്ലാത്തവരാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും എന്തൊരു ദൈവാനുഭവമാണെന്നറിയാം അത് ആ പ്രയറിലേക്ക് കയറി കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഇതിലേക്ക് കയറാൻ ശ്രമിക്കണം. പിന്നെ നമ്മുടെ കെരീസോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 35 ആഴ്ചത്തെ നമ്മുടെ ഈ ഷൂബിന്റെ അടിസ്ഥാന ക്ലാസ് കഴിഞ്ഞ് കൂടിയവർക്കുള്ളതാണ്. അടുത്ത സ്റ്റെപ്പാണത്. അങ്ങനെ ഷൂബിന്റെ ക്ലാസ് ഇതുപോലെയുള്ള ഏതെങ്കിലും അടിസ്ഥാന സുവിശേഷ പ്രഘോഷണത്തിന്റെ ക്ലാസ്സുകൾ ആരെങ്കിലും 10 ആഴ്ചത്തെ കൂടിയവരുണ്ടെങ്കിൽ, ഇതിപ്പോൾ 3 ക്ലാസ് കഴിഞ്ഞു കെരീസോയുടെ, പക്ഷേ എന്നാലും അതിന്റെ റെക്കോർഡിംഗ് ഒക്കെ അയച്ചു കൊടുത്ത് ആർക്കെങ്കിലും കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ഇത് 35 ആഴ്ചത്തെ ക്ലാസ് ആണ്. അത് നമ്മുടെ അടുത്ത സ്റ്റെപ്പിലേക്കുള്ളതാണ്. ഇപ്പോൾ ഷൂബിൽ കൂടുന്ന എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് കയറാം. കൂടിയവർ ആരെങ്കിലും അറിവിലുള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ എല്ലാ ക്ലാസ്സിലും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വരിക. ചേർന്നവരെല്ലാവരും എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ നോക്കണം. ക്ലാസ് അറ്റൻഡ് ചെയ്ത് വചനങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മൾ ഇതിലൂടെ പോകുമ്പോഴാണ് നമുക്കിതിലേക്ക് വളരാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളെന്ന് തോന്നിക്കുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണേ. താങ്ക് യു. താങ്ക് യു ഷാജിക്കുട്ടി ആന്റി. നമ്മൾ ഡെയിലി പ്രെയറിൽ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒരു ചാപ്റ്റർ വായിക്കുകയും നമ്മൾ ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് ജമ്മ പറഞ്ഞത്, വലിയ അനുഭവമാണെന്ന്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥനയിൽ കഴിയുന്നവരെല്ലാം പങ്കെടുക്കാനുള്ളവര് റിക്വസ്റ്റും കൂടെ ഉണ്ട്. അടുത്തായിട്ട് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് ജോസ് പോൾ അങ്കിളിനെ ക്ഷണിക്കുന്നു. 5ാമത്തെ ഷൂബിന്റെ ഇനാഗ്രേഷന്റെ ദിവസം ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് മോഡറേറ്റ് ആയിട്ടിരുന്ന നിത്യ ആ കാര്യം വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അത് കൊച്ചു വളരെ സഹകരിക്കുന്നുണ്ട്. അതാണ് പ്രത്യേകത. ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു മോഡറേറ്റർ ആയിട്ട് നിത്യ പ്രവർത്തിക്കുന്നു. നിത്യക്ക് പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നിത്യക്ക് പ്രത്യേകം ഈ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കമായിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയ ഓൽവിൻ, ആ ഓൽവിന് പ്രൈസ് ആൻഡ് വർഷിപ്പ് സ്ഥിരമായിട്ടാണ് നടത്താറുള്ളതാണ്. വളരെ ഭംഗിയായിട്ട് അത് ഒരു നല്ല ഒരു ദൈവ അരൂപിയുടെ ഒരു വലിയൊരു പ്രവർത്തനമായിട്ട് ഓൽവിൻ അത് ചെയ്യാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ ചെയ്തു.
ഓൾവിന് എല്ലാവരുടെയും പേരിലും ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ബിഷപ്പിനെ കിട്ടിയില്ല. ബിഷപ്പായിട്ട് സംസാരിച്ചിരുന്നു ഞാൻ. ബിഷപ്പിന് ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ബിഷപ്പിന് ആള് 5 തൊട്ട് 9 വരെ ഇന്ന് ബിസിയാണ്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആള് വരാൻ ആൾക്ക് താല്പര്യമുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ആള് സമയം നോക്കിയിട്ട് ആൾ ഒരു നിവൃത്തിന് വന്നേനെ. പക്ഷെ ആൾക്ക് വരാൻ പറ്റിയില്ല. നമ്മൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഇന്നാഗ്രേറ്റ് ചെയ്തത് അബ്രഹാം അച്ഛനാണ്. അബ്രഹാം അച്ഛൻ തന്നെയാണ് ഇതിന്റെ കൺക്ലൂഡിങ് റിമാർക്സ് പറഞ്ഞത്. ഇന്നാഗ്രേഷൻ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും കൺക്ലൂഡിങ് റിമാർക്സ് ഞാൻ കേട്ടു മുഴുവനായിട്ട്. അച്ഛൻ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എടുക്കുന്ന താല്പര്യം. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഞാനിപ്പോ എന്റെ കരിയർ ക്ലാസ്സിലും അച്ഛനെ കണ്ടിരുന്നു. അച്ഛൻ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു താല്പര്യമുണ്ട്. അത് സാധാരണഗതിയിൽ ഞാൻ കണ്ടുവരുന്നതല്ല. അച്ഛന്മാര് എല്ലാവരും അങ്ങനെ ഇത്രയും താല്പര്യം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അച്ഛൻ ഇതിൽ ആത്മാർത്ഥമായിട്ട് ഒരു പാർട്ടിസിപ്പന്റ് എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഈ ചടങ്ങിന്റെ എല്ലാ വിധത്തിലുള്ള ഒരു വളർച്ചയും ഇതിൽ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ആശ്ലേഷിക്കുകയാണ് ഇതിന്റെ. ഞാനത് പ്രത്യേകം എനിക്ക് നോട്ട് പറയാതിരിക്കാൻ വയ്യ. അച്ഛൻ ആ എടുക്കുന്ന താല്പര്യത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഇനാഗ്രേഷൻ നടത്തി അതുപോലെ കൺക്ലൂഡിങ് റിമാർക്സ് അതെല്ലാം കവർ ചെയ്തു. അതാണ് അതൊക്കെ നോട്ട് എടുത്ത് അച്ഛൻ കവർ ചെയ്യുന്നുണ്ട്. അതാണ്. അപ്പോൾ ഇതിന് മുന്നേ നടന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ തന്നെ കൺക്ലൂഡിങ് റിമാർക്സ് കേട്ടാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ അത്രയും താല്പര്യത്തോടെ എടുക്കുന്ന അച്ഛന് ഈ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും ഇവിടെ പോയിരിക്കുന്ന എല്ലാവരുടെ പേരിലും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ജോഷി അച്ഛനെ എനിക്ക് നേരിട്ട് അറിയാൻ മുമ്പ് ഉള്ള ക്ലാസ്സുകളിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ ക്ലാസ് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ ദൈവരാജ്യവും കുടുംബവും എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് അച്ഛൻ ക്ലാസ് എടുത്തത്. ആ ക്ലാസ് മനോഹരമായിരുന്നു എന്ന് എനിക്ക് അബ്രഹാം അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അപ്പോൾ അച്ഛൻ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അച്ഛന് ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ ഈ ഇത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് അച്ഛൻ യൂട്ടിലൈസ് ചെയ്യുന്ന നാട്ടിൽ വളരെ തിരക്കുള്ളൊരു അച്ഛനാണ്. വളരെ ക്ലോസ് ഇന്ററാക്ഷൻ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ തിരക്ക് എനിക്കറിയാം. എന്നിരുന്നാലും ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഈ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്യുന്ന ആ ഒരു ഔദാര്യമായിട്ടുള്ള ആ മനസ്സ് അത് കണ്ടുകൊണ്ട് ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും ഇവിടെ ഉള്ള പാർട്ടിസിപ്പൻസിന് എല്ലാവരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഷിജുവിന്റെ ക്ലാസ് ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ഫുൾ ആയിട്ട് പങ്കെടുക്കാൻ പറ്റി. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ആ ഒരു വിവിധ ഘട്ടങ്ങളിലൂടെ അതായത് ഒരു സഭയിൽ എങ്ങനെ ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ജീവിതം ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവമായിട്ട് നമ്മൾ എവിടെയൊക്കെ വസിക്കുന്നുവോ അവിടെയൊക്കെ നമ്മളെ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നയിക്കാൻ പറ്റിയൊരു ക്ലാസ്സാണ് ഷിജു നൽകിയത്. ഷിജുവിന് ഈ ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും അതുപോലെ തന്നെ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിക്കുന്നു. പിന്നെ ടെസ്റ്റിമണി പറഞ്ഞ ജമ്മ സഹോദരി ശരിക്കും പറഞ്ഞാൽ ആളുടെ ആ ഉള്ളിൽ നിന്ന് ഞാൻ കേട്ടില്ല, പക്ഷെ എനിക്ക് മനസ്സിലായിടത്തോളം അച്ഛൻ പറഞ്ഞതിന് മനസ്സിലായിടത്തോളം ഈ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഒക്കെ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ചില ട്രിഗറിങ്സ് കിട്ടും. നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുപോകണം. നമുക്ക് ഇപ്പൊ മുമ്പ് ഷിജു ബ്രദർ പറഞ്ഞ പോലെ ഈ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പല ഇൻസൈറ്റ്സ് കിട്ടും. എന്ന് പറഞ്ഞ മാതിരി ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റും തോമസ് അക്കംബിസിന്റെ വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ള ബുക്കാണ്. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു ഇതും അതുപോലെ നമുക്ക് സ്റ്റഡിയിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ്സ് ഒക്കെ അതിനെക്കുറിച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്നു ടെസ്റ്റിമണി നൽകിയത്. അപ്പോൾ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആ ഒരു ടെസ്റ്റിമണി ഇവിടെ പറയുന്നത് വഴി അത് മറ്റ് ഉള്ളവർക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് അതിന് മുന്നോട്ട് വന്ന ജമ്മ സഹോദരിക്ക് എല്ലാവരുടെ പേരിലും ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. പിന്നെ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, ഈ ഷാജിക്കുട്ടി സഹോദരി ഇപ്പൊ വളരെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് പോകണം, അനൗൺസ്മെന്റ്സ് ഒക്കെ വളരെ കറക്റ്റായിട്ട് നമുക്ക് നൽകുന്നു. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാനിപ്പോ 3-4 ക്ലാസ്സുകളിലായിട്ട് കാണുകയായിരുന്നു. ആള് പറയുമ്പോൾ അത് വളരെ ഉള്ളി തട്ടി പറയുന്ന മാതിരി അത് വളരെയധികം ഗുണം ചെയ്യണം,
നന്മ ഉണ്ടാകണം എന്നുള്ള രീതിയിൽ പറയുന്ന മാതിരി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിനെടുക്കുന്ന ആ താല്പര്യത്തിന് ഞാൻ അംഗീകരിച്ചുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഷാജിക്കുട്ടി സഹോദരിക്ക് പോളികോം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിന് വന്ന എല്ലാവരും, പിന്നെ ഈ ക്ലാസ്സിന് വേണ്ടി പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളുണ്ട്, ജസീന്ത സഹോദരി. ആള് പുറകിൽ നിന്ന് എല്ലാവരെയും കൂട്ടിയണക്കി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സിസ്റ്റർക്ക് പ്രത്യേകമായിട്ട്, സിസ്റ്ററും പാർട്ടിസിപ്പന്റ്, റിനേഴ്സൺ വന്നിട്ടില്ല. നമുക്ക് 2 അച്ഛന്മാർ സിസ്റ്ററുണ്ട്. അപ്പൊ അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ഇതിൽ പങ്കാളിത്തത്തിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Thank you so much, Sangal. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് കർത്താവായ യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നമ്മള് പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെ ഒൽവിൻ ബ്രദറിലൂടെ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പിലൂടെയായിരുന്നു നമ്മൾ ആദ്യം ആരംഭിച്ചത്. അതിനുശേഷം നമ്മൾ ക്ലാസ്സിലൂടെ കടന്നുപോയി. ബഹുമാനപ്പെട്ട ജോഷി അച്ഛനും അതുപോലെ തന്നെ ഷിജുവും നമുക്ക് മനോഹരമായ ക്ലാസ് എടുത്തു. സാക്ഷി നമ്മൾ കേട്ടു. എല്ലാം കർത്താവായ യേശുവേ, ഇന്ന് ഷുവിന്റെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. തിരിച്ചുവരവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മള് സംഗീത പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ബാലാമിന്റെ കഴുത മുന്നോട്ട് പോയില്ല, കാരണം മലാഹയെ കണ്ടുകൊണ്ട്. മലാഹ വാളുമായി നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ തിരിച്ചു പോകാൻ പറ്റിയില്ല, കാരണം അപകടമാണെന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയും ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തിരിച്ചുവരവ് ആവശ്യമാണ്. ദൈവരാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഈശോയോട് ചേർന്ന് ഈശോയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടുകൊണ്ട് കർത്താവ്, ഞങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമം കൂടി ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണം കൂടി ആവശ്യമാണ്. സമർപ്പിച്ച് പരിശ്രമിക്കുവാനുള്ള ഒരു കൃപ, ആത്മാവിന്റെ അഭിഷേകം നമ്മൾക്ക് ഓരോരുത്തരും ലഭിക്കട്ടെ. നമുക്ക് ക്ലാസ് എടുത്തവരെയും അതുപോലെ ഇന്ന് കടന്നു വന്നവരെയും ഓരോരുത്തരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കൂടുതൽ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓരോ കുടുംബത്തെയും ആശീർവദിക്കണമേ, മാതാപിതാക്കളെ ആശീർവദിക്കണമേ, കുഞ്ഞുമക്കളെ ആശീർവദിക്കണമേ, യുവതിയുവാക്കളെ ആശീർവദിക്കണമേ, ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ എല്ലാം ആശീർവദിക്കണമേ, അഭിവന്ദ പിതാക്കന്മാരെയൊക്കെ ആശീർവദിക്കണമെന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും പിതാവിന്റെയും സകല വിശുദ്ധരുടെയും വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി ഇന്ന് തിരുനാളാണ്, നാട്ടിൽ ഓൾറെഡി ആയി. അപ്പോൾ ആ വിശുദ്ധന്റെയൊക്കെ പ്രത്യേക മാധ്യസ്ഥം, അതുപോലെ തന്നെ നമ്മള് സൂചിപ്പിക്കുകയുണ്ടായി വിശുദ്ധ പാദ്രി പിയോ, വിശുദ്ധ റീത്ത, അവരുടെ എല്ലാം പ്രത്യേക മാധ്യസ്ഥം നമ്മൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആരുവിയുടെ സഹവാസം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം ഓരോന്നും ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജെനി ഒരു വാക്ക്, നിന്നെ 4 പ്രാവശ്യം വിളിച്ചു. പള്ളി പോയി കിടന്നു, പള്ളിയിലെ കഴിഞ്ഞു. ഞാൻ വികാരിച്ചനെ കാണാൻ വേണ്ടി ഒന്ന് വന്നേക്കാം. ഞാൻ ജോഷിയച്ചന്റെ ക്ലാസ് കഴിഞ്ഞപ്പോ കറക്റ്റ് സമയമായിരുന്നു ഞങ്ങളുടെ കുർബാനയ്ക്ക്. അപ്പൊ ജോഷിയച്ചന്റെ ക്ലാസ് കേട്ടു, ടീച്ചറിന്റെ ക്ലാസ് കേട്ടില്ല. സന്തോഷം. ഒരാശംസ അങ്ങ് പറഞ്ഞാ മതി. ഒരു മിനിറ്റ് ഒരാശംസ. അപ്പൊ സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതില്. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കുർബാനയ്ക്ക്. പ്രത്യേകിച്ച് ഞാൻ ജോഷിയച്ചന്റെ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുർബാനയ്ക്ക് കയറിയത്. അപ്പൊ പങ്കെടുക്കുന്ന എല്ലാവരും ഓർത്ത് ദൈവത്തിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കുർബാനയ്ക്ക് തൊട്ട് മുമ്പ്. അപ്പൊ പ്രത്യേകമായിട്ട് ഈ ഒരു തിരിച്ചറിവിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിലേക്കും സ്നേഹത്തിലേക്കും നന്മകളിലേക്കും വിശ്വാസത്തിലേക്ക് എല്ലാ തലത്തിലും കുടുംബത്തിലേക്ക് അങ്ങനെ മറ്റുള്ളവരിലേക്കൊക്കെ എന്നുവെച്ചാൽ എല്ലാ നന്മ പ്രവർത്തികളൊക്കെ തിരിച്ചു വരുവാൻ ഉള്ള ഒരു ആഹ്വാനമാണ് ഷൂബ് എന്ന് പറയുന്നത്. അതിനകത്ത് കടന്നു വന്ന ആ തിരിച്ചറിവിനെ ആഗ്രഹിച്ചത് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ എല്ലാവിധ അനുഗ്രഹം കൃപകളുണ്ടാകട്ടെ എന്നും
എല്ലാ ക്ലാസ്സിലും നന്നായിട്ട് പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു. ജെനി നമ്മുടെ കുറിയോ മിനിസ്ട്രിയുടെ സെൻട്രൽ ടീം ആണ്. ജെനി ട്രഷറർ ആണ്. ദയവായിട്ട് ജെനിക്ക് വേണ്ടി ഇന്ന് ജെനി ഒരു സെഷൻ ചെയ്യാനായിട്ട് MCB സഭയിൽ മരിച്ചുപോയ കരിന്തോൾ അച്ഛനെ ഓർക്കാനും അതിനെക്കുറിച്ചൊരു സെഷൻ ചെയ്യാനും പോകുന്നുണ്ട് ഇന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ജെനി ഒപ്പം ഇടവകയിലെ കൈക്കാരൻ കൂടിയാണ്. ജെനിയുടെ ഇടവകയിലെ കൈക്കാരൻ കൂടിയാണ്. ഇടയിലാണ് നമ്മളോടൊപ്പം ഉള്ളത്.